ഈ വിനീതനായ ഞാൻ സുനിലിൻ്റെയും സുധീർ ലാലിൻ്റെയും അതുപോലെ ബാബുരാജിൻ്റെയും ഒക്കെ സ്നേഹമിശ്രണമായ പെരുമാറ്റവും താല്പര്യവും ക്ഷണവും സ്വീകരിച്ചാണ് ഇന്നേ കാലത്ത് ഏതാണ്ടൊരു 4-5 മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടെ എത്തിച്ചേർന്നത്. അതൊരു വലിയ ത്യാഗമായി ഞാൻ കാണുന്നില്ല, അതൊരു വലിയ സന്തോഷമായി ഞാൻ അനുഭവിക്കുകയാണ്. ഇവിടെ പല മത അല്ലെങ്കിൽ സർവമതങ്ങളുടെയും സാരം ഏകമെന്ന ധ്വനിയുള്ള ഒരു വിഷയമാണ് എന്നോട് സംസാരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ വിഷയം പറയുമ്പോൾ പല മതസാരവും ഏകമെന്നു പാരാതുലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവതു കണ്ട് അലയാതെ അമർന്നിടണം എന്ന ഗുരുവിൻ്റെ ആത്മോപദേശ ശതകമാണ് എനിക്കും ഓർമ്മ വരുന്നത്. ആ ഉപദേശത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന പല കാര്യങ്ങളുമുണ്ട്. പല മതസാരവും ഏകമെന്ന് പാരാതെ അത് പലവിധ യുക്തി പറയുന്നവരെക്കുറിച്ച് ഗുരു പറഞ്ഞിട്ടുള്ളത് പാമരന്മാർ എന്നാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വരിയാണ്. പണ്ഡിതന്മാർ എന്നല്ല. അങ്ങനെ പറയുന്നവരെക്കുറിച്ച് ഗുരു പറയുന്നത് പാമരന്മാർ. അവരലയുന്നത് പോലെ നമ്മൾ അലയാതെ ശാന്തരായി അമർന്നിടണം എന്നാണ് ഗുരു നമ്മളോട് ആവശ്യപ്പെട്ടത്. ശ്രീനാരായണ ഗുരു നിങ്ങളുടെ മാത്രം ഗുരുവാണ് എന്ന് ദയവായി കരുതരുത്. ഞങ്ങളുടെ എല്ലാവരുടെയും ഈ മനുഷ്യവംശത്തിൻ്റെ മൊത്തം ഗുരുവായി ശ്രീനാരായണ ഗുരുവും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളും മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഔത്സുക്യമുള്ളവർക്കെല്ലാം ഗുരുവിനെ നിങ്ങൾ പകർന്നു കൊടുക്കണം. നിങ്ങൾ എന്ന് ഞാൻ പറയുന്നതിന് തെറ്റാണ്, നമ്മൾ എന്നാണ് ഞാൻ പ്രയോഗിക്കേണ്ടത്. അപ്പോൾ ഗുരുവിനെക്കുറിച്ച് പറയാൻ ഇഷ്ടം മാത്രമേ ഉള്ളൂ. കാരണം അദ്ദേഹത്തെ ഒരു നവോത്ഥാന നായകനാക്കിയൊക്കെ ചുരുക്കി നമ്മൾ സാധാരണ പറയാറുണ്ട്, നവോത്ഥാന നായകൻ. എനിക്ക് പലപ്പോഴും അതൊരു തൃപ്തികരമായ വാക്കായിട്ട് തോന്നിയിട്ടില്ല. വെറും ഒരു നവോത്ഥാന നായകൻ മാത്രമായിരുന്നുവോ ഗുരു? അത് ലോകത്തിന് മുഴുവൻ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായൊരു സന്ദേശം നൽകിയ പ്രവാചകതുല്യമായ ഒരു വ്യക്തിത്വമായിരുന്നുവോ അദ്ദേഹം എന്നതൊക്കെ കാലം നിർണയിക്കേണ്ടതാണ്. നാം മനനം ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. ഗുരു തന്നെ പറഞ്ഞു, പൊരുതു ജയിപ്പത് അസാധ്യം ഒന്നിനോടൊന്നൊരു മതവും പൊരുതാലൊടുങ്ങുകയില്ല. പൊരുതു ജയിപ്പത് അസാധ്യം ഒന്നിനോടൊന്നൊരു മതവും പൊരുതാലൊടുങ്ങുകയില്ല. പരമതവാദി ഇതോർത്തിടാതെ പാഴേ പൊരുതു പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം. അവിടെയും ഗുരു പരമതവാദി ഇതോർത്തിടാതെ എന്നൊരു വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ എന്ന് പറയുന്നത് പോലെ തന്നെ പരമതവാദി ഇതോർത്തിടാതെ. ആരാണ് പരമതവാദി? വേറൊരു മതത്തിന് വേണ്ടി വാദിക്കുന്നവനല്ല, എല്ലാ ഇതര മതങ്ങളെയും ഇകഴ്ത്തുന്നവനെക്കുറിച്ചാണ് പരമതവാദി എന്ന് പറയും. അങ്ങനെയുള്ള പരമതവാദികൾ ഇതോർത്തിടാതെ പാഴെ, അതാണ് വൃഥാ പൊരുതു പൊലിഞ്ഞിടുകയാണ്, പൊരുതു നശിക്കുകയാണ് എന്നറിയാനുള്ള ബുദ്ധി എങ്കിലും നിങ്ങൾക്ക് വേണം എന്നാണ് ഗുരു നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു മതം വേറൊരു മതത്തോട് പൊരുതി ജയിക്കുക അസാധ്യമാണ് എന്ന് ഗുരു പറയുമ്പോൾ, ഒരു ജാതി ഒരു മതം എന്ന് പറയുമ്പോൾ ആ പൊരുതൽ തന്നെ വാസ്തവത്തിൽ നമുക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. ഗുരുവിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള പല മതങ്ങളില്ല. കരുണാവാൻ നബി മുത്തുരത്നമോ എന്നാണ് പ്രവാചകൻ മുഹമ്മദിനെ കുറിച്ച് ഗുരു പറഞ്ഞത്. കരുണാവാൻ, ഗുരു കരുണ, ഏറ്റവും അനുകമ്പ വളരെ പ്രാമാണികമായി കരുതുന്ന ഗുരുവാണ്. പരമേശ പവിത്രപുത്രനോ എന്നാണ് ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് പറഞ്ഞത്.
ഇതര മതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, അപ്പോൾ ഗുരുവിൻ്റെ ആ സങ്കല്പം ഏറ്റവും ലോകത്തിന് ആവശ്യമുള്ളൊരു സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പല മതവും ഉണ്ട്, പല കാലഘട്ടങ്ങളിലായി ഓരോ പ്രത്യേകമായ ജനതയ്ക്ക് ഓരോ പ്രത്യേകമായ ഭാഷകളിൽ വേദഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ വേദഗ്രന്ഥങ്ങളിൽ പലതും ഭാഷ കൊണ്ടും മറ്റു പല കാരണങ്ങളാലും വ്യത്യസ്തമാണെങ്കിലും, അല്ലെങ്കിൽ അതിനകത്ത് ഇതിഹാസങ്ങളും ചിലപ്പോൾ ചരിത്രങ്ങളും വേദഗ്രന്ഥങ്ങൾക്കകത്ത് വരും. അത് ആ കാലഘട്ടവുമായി ബന്ധമുള്ളതാണെങ്കിലും അതിൻ്റെ എല്ലാം സാരം ഏകമാണ് എന്നാണ് ഗുരു കരുതുന്നത്. ഏകദേവോ സർവഭൂതേഷു എന്നാണ്. ദൈവം ഒന്നാണ്, എല്ലാ ജീവജാലങ്ങളുടെയും ദൈവം ഒന്നാണ്. അപ്പോൾ എല്ലാ സർവ ജീവജാലങ്ങളുടെയും ദൈവം ഒന്നാണ്. അതുകൊണ്ടാണ് ഭാരതീയ ദർശനങ്ങളിലെ വേദഗ്രന്ഥങ്ങൾ പഠിച്ചാൽ മനസ്സിലാക്കിയാൽ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം തുടങ്ങിയ വേദങ്ങളും ഉപവേദങ്ങളായിട്ടുള്ള ധനുർവേദം, ഗന്ധർവവേദം, ആയുർവേദം, സാപത്യവേദം തുടങ്ങിയ വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും പരിശോധിച്ചാലും നമുക്ക് ഏക ദൈവത്തിലാണ് എത്തിച്ചേരാൻ സാധിക്കുക. ആരാധന എന്തുകൊണ്ട് വ്യത്യസ്തമായ രീതികളിലാകുന്നു, എങ്ങനെ വിഗ്രഹം സ്ഥൂല രൂപത്തിൽ നിന്ന് നമ്മുടെ മുമ്പിൽ വിഗ്രഹത്തെ ധ്യാനിക്കുന്ന രീതിയിൽ ആരംഭിച്ചത് സൂക്ഷ്മമായി തീരുന്നു, അതിൽ നിന്ന് ഏകത്വം ഉത്ഭവിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളുന്നു എന്ന് ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ആ ഏകയേവ എന്ന് എത്രയോ പ്രാവശ്യം വേദങ്ങളിൽ പറയുന്നു. രണ്ടില്ലാത്ത വിധം ഒന്നാണ്, മൂന്നില്ലാത്ത വിധം ഒന്നാണ്, അങ്ങനെ 10 തവണയാണ് പറഞ്ഞത്. 10 ഇല്ലാത്ത വിധം ഒന്നാണ്. ഏകം സത്വിപ്ര ബഹുധാ വദന്തി. ഏകമാണ്, എല്ലാത്തിനും ദൈവത്തിൻ്റെ സങ്കല്പം ഒന്നാണ് എന്ന് വേദങ്ങൾ തർപ്പിച്ചു പറയുമ്പോൾ, ഹൈന്ദവ ധർമ്മത്തിൽ ഭക്തന്മാർ പലവിധ രൂപത്തിലുള്ള ആരാധനകൾ നടത്തുന്നുണ്ട്. അതിപ്പോൾ ഈ മണ്ഡലകാലത്ത് ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷ രക്ഷ മഹാബാബോ ശാസ്തേതുഭ്യം നമോ നമ എന്ന് പറഞ്ഞ് 18-ാം പടി കയറി ഈ വർഷത്തെ പ്രത്യേകമായ പ്രയാസങ്ങൾ അനുഭവിച്ച് ഒരു ദിവസം മുഴുവൻ ക്യൂ നിന്ന് ഊണില്ല, ഉറക്കമില്ല, വെള്ളമില്ല, അങ്ങനെ കഷ്ടപ്പാട് സഹിച്ച് കയറി ചെല്ലുമ്പോൾ മനസ്സിലാക്കാനുള്ളത് തത്വമസി എന്നാണ്. നീ ഇത്രയും പ്രയാസപ്പെട്ട് ഇവിടെ വരേണ്ട കാര്യമില്ലായിരുന്നു, അത് നീ തന്നെ എന്നറിയുക എന്നാണ് അവിടെ എഴുതി വച്ചിട്ടുള്ളത്, അല്ലേ? അതാണ് ഉദ്ദാലക മഹർഷിയെക്കുറിച്ചും ശ്വേതകേതുവിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. എന്തറിഞ്ഞാൽ പിന്നെ ഒന്നും അറിയാനില്ലയോ, അത് എന്താണെന്ന് ഉദ്ദാലക മഹർഷി മകൻ ശ്വേതകേതുവിന് പഠിപ്പിച്ചു കൊടുത്തതുപോലെ തത്വമസി എന്ന് തന്നെയാണ് അവിടെയും എഴുതി വച്ചിട്ടുള്ളത്. അപ്പോൾ ഏകമാണ് ദൈവം എന്ന് ഭാരതീയ ദർശനങ്ങൾ പറയുന്നു, ഗുരു പറയുന്നു. അതുപോലെ തന്നെ ഇതര മതങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു വിഷയമായതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് സംസാരിച്ചപ്പോൾ ഇതര മതങ്ങളെക്കുറിച്ച് തൊട്ടിട്ടേ ഇല്ല, ഞാൻ പറഞ്ഞ ഗുരു മാത്രമായിരുന്നു. ഇപ്പോൾ ക്രിസ്തുമതം ബൈബിൾ എടുത്ത് നോക്കിയാൽ ഈ ജീസസ് ക്രൈസ്റ്റ് യേശു എല്ലാവരോടും ഇങ്ങനെ പല പ്രഭാഷണങ്ങളും നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ഗുരു അങ്ങ് ഒരുപാട് സംസാരിച്ചു, ഞങ്ങൾക്ക് അതൊന്നും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനുള്ള പ്രാപ്തിയില്ല, മുഖ്യ പ്രമാണം എന്താ, അത് പറഞ്ഞാൽ അതിലങ്ങ് പിടിച്ചാൽ മതിയല്ലോ, മുഖ്യ പ്രമാണം എന്താണെന്ന് വെച്ചു. അപ്പോൾ യേശു പറഞ്ഞു, യേശു സംസാരിക്കുമ്പോൾ ആ ഒരു രീതിയിലാണ്, ആ ഒരു ജനത്തെയാണ് അഭിസംബോധന ചെയ്യുക. ഇസ്രായേലെ കേൾക്ക, അങ്ങനെയാണ് പറയാം. ചെവിയുള്ളവർ കേൾക്കട്ടെ, കണ്ണുള്ളവർ കാണട്ടെ എന്ന് പറയുന്ന പോലെ ഇസ്രായേലെ കേൾക്ക, ബൈബിളിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. നമ്മുടെ ദൈവമായ കർത്താവ് ഏകനാകുന്നു. ആ ഏകനായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും
പൂർണ്ണ ആത്മാവോടും കൂടി നീ സ്നേഹിക്കുക. അതാണ് മുഖ്യപ്രമാണം എന്ന് യേശു പറഞ്ഞു. മാത്രമല്ല എല്ലാ ന്യായപ്രമാണങ്ങളും ഇതുതന്നെ എന്നാണ് അടുത്ത വരി. സർവ്വതും ഇതുവരെ ഉണ്ടായതും ഇനി ഉണ്ടാകാൻ പോകുന്നതായിട്ട് എല്ലാ ന്യായപ്രമാണങ്ങളും ഇത് തന്നെയാണ്. അപ്പോൾ ആ ശിഷ്യന്മാർ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തത് എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിൻ്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക. അതാണ് രണ്ടാമത്തത്. ഇത് രണ്ടും അറിയേണ്ടതായിട്ടുള്ളൂ എന്നാണ് യേശു പറഞ്ഞത്. ബാക്കിയെല്ലാം അതിൻ്റെ അനുബന്ധങ്ങളും കഥകളും മനുഷ്യനെ മനുഷ്യനാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ്. അതുപോലെ മുഹമ്മദ് നബി ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് ഇത് മാത്രമാണ്. ദൈവത്തിൻ്റെ ഏകത്വത്തിൽ ഷാർപ്പായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അസർട്ട് ചെയ്തിട്ട് പറയണം, ദൈവം ഏകനാകുന്നു. ആ ഏകത്വത്തിൽ നിന്നാണ് മനുഷ്യൻ്റെ സമത്വം ആരംഭിക്കുന്നത്. ബാക്കി അതിൻ്റെ താടിയും തലപ്പാവും വേഷഭൂഷാദികളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അനുബന്ധങ്ങളാണ്. പക്ഷേ അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് ഏകനാകുന്നു. അത് നമ്മുടെ ഓഷോ രജനീഷ് പോലും അള്ളാഹു ഏകനാകുന്നു എന്ന് പറഞ്ഞൊരു കുഞ്ഞു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഓഷോ രജനീഷ്. ഓഷോ അങ്ങനെ എഴുതിയെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ അള്ളാഹു ഏകനാകുന്നു. അള്ളാഹു എന്നുള്ളത് അറബി ഭാഷയിൽ ദൈവത്തിനുള്ള പേരാണ്. അത്രയേ ഉള്ളൂ. അത് മലയാള ഭാഷയിൽ നമ്മൾ ദൈവം പറയുന്നത് പോലെ ഓരോ രാജ്യത്തും ഓരോ ഭാഷയിലും ദൈവത്തിന്, ഒന്നാമത് ദൈവത്തിന് നിങ്ങൾക്ക് എന്തും വിളിക്കാം. കാരണം ഹി ഹാസ് നോ നെയിം. ദൈവത്തിന് പേരില്ല. പേരുണ്ടോ? ദൈവത്തിന് പേരില്ല. ദൈവത്തിന് പേരില്ലാതെ നമുക്ക് ഏത് പേരും ദൈവത്തിന് വിളിക്കാം. അത് നിങ്ങൾ വിളിക്കുന്ന പേരാണോ ശരി, ഞാൻ വിളിക്കുന്ന പേരാണോ ശരി എന്നാണ് നാട്ടിലെ കലഹത്തിൻ്റെ ഒരു കാരണം. അങ്ങനെ ഒരു ശരി ദൈവത്തിനില്ല. ദൈവത്തിനെക്കുറിച്ചൊരു തമാശയായിട്ടൊരു ചിന്തകൻ എഴുതിയിട്ടുണ്ട്. ദൈവം ഒരു ദിവസം ദുഃഖിതനായിട്ടിങ്ങനെ ഇരിക്കുന്നു കണ്ടത്രേ. ഒരു തമാശയാണ്. ദുഃഖിതനായി ഭൂമിയിലേക്ക് നോക്കി സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിനെ കണ്ടുവന്നു. അപ്പോൾ മാലാഖമാർ വന്ന് ചോദിച്ചു, അങ്ങ് എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത്? സകല പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവായ നാഥ, എല്ലാം അങ്ങയുടെ കരങ്ങളിലാണ്, പിന്നെ എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടുന്ന് ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ ചിലർ യേശുവിൻ്റെ ആളുകളാണ്, ചിലർ രാമൻ്റെ ആളുകളാണ്, ചിലർ മുഹമ്മദിൻ്റെ ആളുകളാണ്. എൻ്റെ ആളുകളായി ആരും ഇപ്പോഴും ഇല്ലല്ലോ എന്നതാണ് എന്നെ ദുഃഖിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം മാലാഖമാരോട് പറഞ്ഞു, റിപ്ലൈ ചെയ്തു എന്നുള്ളതാണ്. അതൊരു സത്യമല്ലേ ശരിക്കും? ദൈവം പറഞ്ഞതാണോ അല്ലേ എന്നുള്ളതല്ല, സംഭവം വിട്ടാലും ഇറ്റ്സ് എ ട്രൂത്ത്. അങ്ങനെ നമ്മൾ കലഹിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? ഏത് പേരാണ് ദൈവത്തിൻ്റെ പേരെന്നാണ് നമ്മൾ തമ്മിലുള്ള തർക്കം. ഞാൻ പറയുന്നത് ദൈവത്തിന് പേരില്ല, നോ നെയിം അറ്റ് ഓൾ. ഏത് പേരും വിളിക്കാം. 1000 പേരുകളുണ്ട് ചില മതങ്ങളിൽ, 100-ലേറെ നാമധേയങ്ങളുള്ള മതങ്ങളുണ്ട്. ദൈവം എന്ന വാക്കുപോലും ഉച്ചരിക്കാത്ത മതസ്ഥരുണ്ട്. എന്നാൽ അതിൽ ദൈവം നിറഞ്ഞു നിൽക്കുകയാണ്. ദൈവമേ തപ്പിയ കാണില്ല, ദൈവം എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. പക്ഷെ ദൈവമുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കതിൽ നിന്ന് അനുഭവപ്പെടും. അപ്പോൾ ദൈവം ഏകനാകുന്നു. അവൻ ജനിച്ചിട്ടില്ല, അവൻ ജനിപ്പിച്ചിട്ടുമില്ല, അവന് സമന്മാരായ ആരുമില്ല, അവന് പങ്കാളികൾ ആരുമില്ല, അവനെപ്പോലെ മറ്റാരുമില്ല എന്നാണ് ഖുർആൻ. അതാണ് ആ ഒരു അധ്യായം പറഞ്ഞതാണ്. ദൈവം ഏകനാണ്. അവൻ ജനിച്ചിട്ടില്ല, അവനെ ജനിപ്പിച്ചിട്ടില്ല, അവൻ ആരെയും ജനിപ്പിച്ചിട്ടില്ല, അവന് സമന്മാരായ ആരുമില്ല, അവന് പങ്കാളികളായിട്ട് ആരുമില്ല, അവനെപ്പോലെ ആരുമില്ല. ഫിനിഷ്ഡ്. അതോടുകൂടി ആ വിഷയം തീർന്നു. വേറൊരു ദൈവത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ട രണ്ടാമതൊരു ദൈവം ഇല്ല. പക്ഷേ ഹൈന്ദവ ധർമ്മം നമ്മളിതൊക്കെ പറയുമ്പോൾ പല തരത്തിലുള്ള, ശബരിമലയിൽ ചെല്ലുമ്പോൾ അയ്യപ്പൻ ഇരിക്കുന്ന വിഗ്രഹമാണ്. കൽക്കത്തയിൽ ചെല്ലുമ്പോൾ കാളി ദേവി ദുർഗ നിൽക്കുകയാണ്. തലയോട്ടികൾ 51 മറ്റോ ഒരു മാലയായി കോർത്ത്, ചുവന്ന നാക്ക് നീട്ടി രക്തമാണെന്ന് തോന്നുന്ന രീതിയിൽ ചുവന്ന പട്ട് തുണിയെടുത്ത്, പട്ട് സാരിയെടുത്ത്
നിൽക്കുകയാണ്. അഗ്നി, രൗദ്രം, ഭാവം വളരെ രൗദ്രമായി നിൽക്കുന്ന കാളിദേവിയാണ് മനുഷ്യർ ആരാധിക്കുന്നത്. 51 അക്ഷരങ്ങളാണ് ഈ. അപ്പോൾ രൗദ്രഭാവത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന കാളി, ഇരിക്കുന്ന അയ്യപ്പൻ, കിടക്കുന്ന അനന്തപത്മനാഭൻ, ഇതെല്ലാം ദൈവത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളാണ്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഭാവങ്ങളെ ആരാധിക്കാം. രൗദ്രഭാവം, സൗമ്യഭാവം, സ്നേഹഭാവം, കാരുണ്യം, ദൈവത്തിൻ്റെ ഒരു കൈ പ്രതിഷ്ഠിച്ച്, ദൈവത്തിൻ്റെ ഒരു കണ്ണ് പ്രതിഷ്ഠിച്ച്, കണ്ണടച്ചു നിൽക്കുന്ന ദൈവം, തുറന്നു നിൽക്കുന്ന ദൈവം. ജൈന മതസ്ഥരുടെ ഇടയിൽ അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല കൺസെപ്റ്റൊക്കെ നമ്മുടെ ഒരു പോരാഴിക കൊണ്ട്, നമ്മൾ ആ നിലവാരത്തിലേക്ക് എത്താത്തത് കൊണ്ടാണ് നമ്മൾ ദൈവത്തിലേക്ക് അത്തരം വഴികളിലൂടെ പോകുന്നത്. ഇടുക്ക് വഴികളിലൂടെ കടപ്പിൻ എന്നാണ് യേശു പറഞ്ഞത്. നാശത്തിലേക്കുള്ള പാത വിശാലമാകുന്നു, അതിലെ പോകുന്നവർ അനേകരാകുന്നു. ഇടുക്കുവാതിലിലൂടെ പ്രവേശിപ്പിൻ. കാരണം സ്വർഗത്തിലേക്കും ദൈവത്തിലേക്കും കടക്കാനുള്ള വഴി ഇടുങ്ങിയതാണ്. നാഷണൽ ഹൈവേയിലൂടെ ധാരാളം പോകും, അതൊന്നും അങ്ങോട്ടുള്ളതല്ല. ആ വണ്ടിയൊന്നും എത്തിച്ചേരുന്നത് ദൈവത്തിങ്കലല്ല. അങ്ങനെയാണ് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാ മതം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഹൈന്ദവ ധർമ്മത്തിലും ഇസ്ലാമിക ധർമ്മത്തിലും ക്രൈസ്തവ ധർമ്മത്തിലും ഇതാണല്ലോ ഇവിടെ നമുക്ക് കാണപ്പെടുന്ന സാധാരണയായിട്ടുള്ള. മറ്റല്ലാണ്ട് ഇപ്പോൾ സരതുഷ്ട്ര, സെൻ്റാവസ്ഥ എന്നൊക്കെ പറയുന്ന അവരുടെ വേദഗ്രന്ഥവും നമ്മുടെ വേദങ്ങളും തമ്മിൽ നല്ല കണക്ഷനുണ്ട്. സെൻ്റാവസ്ഥ പറഞ്ഞാൽ ഇറാനിലെ സരതുഷ്ട്ര മതത്തിൻ്റെ സെൻ്റാവസ്ഥ എന്ന വേദഗ്രന്ഥവും നമ്മുടെ ഭാരതീയ വേദങ്ങളും തമ്മിൽ പല കാര്യങ്ങളിലും സാമ്യം കാണാൻ സാധിക്കും. അതുപോലെ ഇപ്പോൾ രാമകഥകൾ, ലോകത്തെല്ലായിടത്തും രാമകഥകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിലെല്ലാം പാരസ്പര്യമുണ്ട്. ഇവിടെയുള്ള ദേവന്മാരെ പോലെ ഗ്രീക്ക് ദേവന്മാരെ കാണാൻ സാധിക്കും. ഇന്തോനേഷ്യ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാഷ്ട്രം ഇന്തോനേഷ്യയാണ്, പാകിസ്ഥാനൊന്നുമല്ല. ആ ഇന്തോനേഷ്യയിലെ എയർലൈൻസിൻ്റെ പേര് ഗരുഡ എയർലൈൻസ് എന്നാണ്. അവരുടെ ട്രാൻസ്പോർട്ട് ഭാഗീരഥി ട്രാൻസ്പോർട്ടാണ്. അവരുടെ ബാങ്ക് കുബേര ബാങ്കാണ്. കുബേര നമ്മൾ കുബേരനെ കുറിച്ച് നമ്മുടെ കൺസെപ്റ്റാണ് അത് ശരിക്കും. അതുപോലെ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കംബോഡിയയിലാണ്, ഇവിടെ അല്ല, അങ്കോർ വാട്ടാണ്. 10 കിലോമീറ്റർ ചതുരശ്ര ചുറ്റളവുള്ള ക്ഷേത്രം വേണം, ഹെലികോപ്റ്റർ വേണം ക്ഷേത്രം മുഴുവനായിട്ട് കാണണമെങ്കിൽ. അങ്ങനെയുള്ള ഏറ്റവും ഭീമമായ ക്ഷേത്രങ്ങൾ. അതുപോലെ കിലോമീറ്ററുകളോളം നീളത്തിലുള്ള ടെമ്പിൾസ് ഉണ്ട് ലോകത്ത്, നീണ്ടു കിടക്കുകയാണ്. 3 കിലോമീറ്റർ നീളത്തിലൊക്കെ കിടക്കുകയാണ് ഒരു ടെമ്പിൾ മാത്രം. അങ്ങനെ വൈവിധ്യമാർന്ന ശില്പകലകൾ, അതൊക്കെ നമ്മുടെ സ്ഥാപത്യ വേദത്തിലുള്ളതാണ്. എൻജിനീയർ ഉള്ളതുകൊണ്ട് ബാബുരാജൻ്റെ മുമ്പിൽ അതൊക്കെ പറയാൻ എനിക്ക് മടിയാണ്. ഇപ്പോഴത്തെ എൻജിനീയർമാരും അന്നത്തെ സ്ഥാപത്യവേദം അല്ലെങ്കിൽ ശില്പവേദത്തിൽ പറയുന്ന എൻജിനീയർമാരും. അപ്പോൾ ഇങ്ങനെ പാരസ്പര്യം പലതുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ച് സക്കാത്ത് കൊടുക്കുക എന്ന് കേട്ടിട്ടില്ലേ? ഞങ്ങൾ 2.5% വരുമാനത്തിൻ്റെ ടാക്സ് കൊടുക്കുക, നാട്ടുകാർക്ക്, പാവപ്പെട്ടവർക്ക്, അർഹതപ്പെട്ടവർക്ക് വിതരണം ചെയ്യലാണ്. ക്രൈസ്തവർക്കും പഴയ നിയമത്തിൽ 10% കൊടുക്കുക എന്ന് പറയും, 10-1 കൊടുക്കണം. ഹൈന്ദവ സഹോദരന്മാരോട് ഞാൻ ചില സ്ഥലത്തൊക്കെ ചോദിച്ചപ്പോൾ അവന്മാർക്ക് ആർക്കും അങ്ങനെ ഒരു സംഗതി കേട്ടിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞവർ. ഞാൻ പറഞ്ഞു, നിങ്ങൾ മുഴുവൻ വായിച്ചു നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ് അറിഞ്ഞത്. ബലി വൈശ്യ ദേവയജ്ഞം എന്ന് പറഞ്ഞാൽ 10% ഹാസ് ടു ബി ഗിവൺ. 10% ദാനം ചെയ്തോളണം. അതാണ് ബലി വൈശ്യ ദേവയജ്ഞം. ആ ദാനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വർഷത്തിലൊരിക്കലല്ല, എപ്പോഴുമായിട്ട് കൊടുത്ത് തീർത്താൽ മതി. അത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ കാക്ക, പൂച്ച, പട്ടി, ഇങ്ങനെ ഒട്ടും പരിചിതമല്ലാത്ത, ഭയപ്പെട്ട് ഭക്ഷണം തേടി വരുന്ന പക്ഷികൾക്കൊക്കെ രാവിലെ യഥേഷ്ടം ഭക്ഷണം കൊടുത്ത്, നല്ല ഭക്ഷണം, ചീഞ്ഞളിഞ്ഞതല്ല, നല്ല ഭക്ഷണം കൊടുത്ത് അവരെയൊക്കെ സന്തോഷിപ്പിച്ചിട്ട് വേണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. എന്നാലേ നിങ്ങൾ വിചാരിച്ച സമയത്ത് ഓട്ടോറിക്ഷ കിട്ടുള്ളൂ. അല്ലെങ്കിൽ
പിന്നെ അതിൻ്റെ ചില അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ അതിനങ്ങനെ ബലവൈശ്യതയാവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സംസ്കൃതിയും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തമ്മിൽ എല്ലാ മതസ്ഥരിലും വ്യത്യാസമുണ്ട്. ഹിന്ദു നാമധാരികളായ കുറേ ആളുകളെ മുസൽമാൻ കണ്ടിട്ട് ഇതാണ് ഹിന്ദു എന്ന് കരുതിയാൽ അവന് തെറ്റി. ഇസ്ലാം മുസ്ലിങ്ങളുടെ പേരുള്ള കുറച്ച് പേരുടെ നടപ്പും ഇരിപ്പും കണ്ടിട്ട് ഇവനാണ് ഇസ്ലാം എന്ന് നിങ്ങൾ കരുതിയാൽ തെറ്റി. ക്രൈസ്തവരുടെ കൂട്ടത്തിൽ ചില ആൾക്കാരെ പേര് നോക്കിയിട്ട് അവർ ചെയ്യുന്ന പ്രവൃത്തികളെ അവലോകനം ചെയ്ത് ഇവനാണ് ക്രിസ്തു എന്ന് കരുതിയാൽ, ക്രിസ്തു മതക്കാരനെന്ന് കരുതിയാൽ തെറ്റിപ്പോയി. അതൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് റിലീജിയനാണ്. ദാറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദി അതർ തിങ്. വ്യവസ്ഥാപിതമായ മതത്തെ കണ്ടിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ നമുക്ക് സാധ്യമല്ല. വ്യവസ്ഥാപിതമായ മതമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ ഗുരു പറയുന്ന സർവമത സാരമെന്ന് പറയുന്നത്, ഞാൻ ഇതൊക്കെ പറഞ്ഞത് എല്ലാ മതങ്ങളും ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഗുരുവിൻ്റെ ഈ ദർശനം പൊതുവെ ഇതര മതങ്ങളിലും കണ്ടെത്താൻ നമുക്ക് കഴിയും. അപ്പോൾ ഗുരുവിൻ്റെ ദർശനം പിന്നെ ഒരു ലോകത്തിന് മുഴുവനായിട്ടുള്ളൊരു ദർശനമാണെന്നും എല്ലാ വേദഗ്രന്ഥങ്ങളും ശരിവെക്കുന്നതാണെന്നും മനസ്സിലാക്കലാണ് ബുദ്ധി. ഇപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഗുരു സാഹോദര്യം കരുണ അപരൻ, അതാണ് ഗുരു. സാഹോദര്യം അപരൻ ഇതാണ് അല്ലേ, അലിവുള്ളവനാണ് മനുഷ്യൻ. അപ്പോൾ നമ്മളെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം സ്നേഹിക്കുകയും ഈ സ്നേഹം സാഹോദര്യം എന്നൊക്കെ ഇപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷനിൽ ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി എന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി മാറി അത് ലോകരാഷ്ട്രങ്ങളിലൊക്കെ എത്തി. നമ്മളും ഇവിടെ പറയാറുണ്ട് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇതിലൊരു കാര്യം നിങ്ങൾക്ക് നോക്കാം, ഈ ലിബർട്ടി എല്ലാവരും വി ആർ ആൾ ഫ്രീ, ഓൾ ദ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ആർ ഫ്രീ അല്ലേ, ബിഫോർ ലോ. അപ്പം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സം വന്നാൽ നമുക്ക് കോടതി പോവാം. ഇക്വാലിറ്റി, നമ്മളെ ഗവൺമെൻറ് ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കോടതി പോവാം. പക്ഷേ സാഹോദര്യത്തിന് യു ക്യാൻ ഗോ ടു കോർട്ട്. സാഹോദര്യം എസ്റ്റാബ്ലിഷ് ചെയ്ത് കിട്ടാൻ നിങ്ങൾക്ക് കോടതി പോകാൻ പറ്റില്ല. അതിനൊരു ഡെഫിനിഷൻ ഇല്ല. പിന്നെ എന്തിനാണ് ഈ സാഹോദര്യം? ആ സാഹോദര്യമാണ് ഗുരുവൊക്കെ മുറുകെ പിടിക്കുന്നൊരു സംഗതി. ആ സാഹോദര്യം എന്തിനാണെന്നറിയോ? ഇപ്പോൾ സ്വാതന്ത്ര്യവും സമത്വം തമ്മിലൊരു സംഘടനയുണ്ട്. നമ്മൾ പറഞ്ഞ് ശീലിച്ചതുകൊണ്ടൊക്കെ നല്ല സുഖമായിട്ട് തോന്നും നമുക്കല്ല. ഒരാൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ സമത്വം നഷ്ടപ്പെട്ടു. പിന്നെ അങ്ങനെ ഈക്കലാവുക? ഒരാൾക്ക് എന്തിനും സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ സമത്വം ഇല്ലല്ലോ. സമമായിട്ട് നിർത്തുമ്പോൾ സ്വാതന്ത്ര്യത്തിന് അതിർവരമ്പുകൾ വരും. അപ്പോൾ അത് തമ്മിലൊരു സംഘർഷമുണ്ട്, ഘർഷണം. ആ ഘർഷണം ഇല്ലാതാക്കാൻ ഫിറ്റ് ചെയ്യുന്ന ഷോക്ക് അബ്സോർബറാണ് സാഹോദര്യം. അതവിടെ വെച്ചാൽ പിന്നെ ഘർഷണമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആ സാഹോദര്യത്തിന് നിങ്ങൾക്ക് കോടതി പോകേണ്ട കാര്യമില്ല. മറ്റേത് രണ്ടും കോടതി പോയാലും ഇല്ലെങ്കിലും ലോകത്ത് നിലനിൽക്കണമെങ്കിൽ സാഹോദര്യം ആവശ്യമാണ്. അപ്പോൾ ഗുരു എവിടെയാണ് കയറി പിടിച്ചത്? ആ സാഹോദര്യത്തിലാണ്. എല്ലാം നിൻ്റെ സഹോദരനാണ് എല്ലാവരും ഇല്ലേ. ഇപ്പോൾ ഗുരു ഏതാണ്ട് 27 പ്രതിഷ്ഠകളോ മറ്റോ നടത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ ഗുരു ഇങ്ങനെ ഒരുപാട് പ്രതിഷ്ഠ നടന്നപ്പോൾ വാഗ്ഭടനെ പോലുള്ള ആളുകൾ, വാഗ്ഭടാനന്ദ സ്വാമിയെ പോലുള്ള ആൾക്കാർ ഗുരുവിനോട് ഇങ്ങനെ ചോദിച്ചിരുന്നു എന്ന് ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്. ശരിയായിരിക്കാം, തെറ്റാണെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്യണം. ഇങ്ങനെ ഇതൊക്കെ പ്രതിഷ്ഠിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നൊക്കെ അല്ലേ പറയണം. അതൊക്കെ വാസ്തവത്തിൽ വിഗ്രഹങ്ങളൊക്കെ സ്റ്റോണല്ലേ, കല്ലല്ലേ, അതിൽ വല്ല ചൈതന്യം ഉണ്ടോ എന്നൊക്കെ ഗുരുവിനോട് ചോദിച്ചപ്പോൾ ഗുരു, പിന്നെ എന്തിനാ ഗുരു ഇത് പ്രതിഷ്ഠിക്കുന്നത് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞ മറുപടി എന്താ അറിയോ? അത് ഞാൻ എനിക്ക് വേണ്ടിയല്ലല്ലോ, അവർക്ക് വേണ്ടിയല്ലേ എന്നാണ്. അത് ആവശ്യമുള്ള ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നതെന്നാണ്. എന്നിട്ട് ഗുരു എക്സ്പ്ലെയിൻ ചെയ്തു, മുസ്ലിങ്ങളോ ക്രൈസ്തവരോ എന്നോട് അങ്ങനെ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ അവർക്കും ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു ഗുരു. അപ്പോൾ ഗുരുവിൻ്റെ ഒരു കൺസെപ്റ്റ് എത്ര ബ്രോഡാണ്, എത്ര വിശാലമായ ഒരു മനസ്ഥിതിയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഗുരു ആ വിഗ്രഹാരാധനയ്ക്ക് എതിരാണെന്നല്ല, അതേസമയം അത് ആവശ്യമുള്ളവർക്ക് അതിലൂടെ
ഗുരുവിന് നയിക്കാൻ കഴിയണമെങ്കിൽ അങ്ങനെയുള്ള സംഗതിയിലൂടെ കൊണ്ടുപോകേണ്ട വഴിയിലൂടെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഗുരു അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സർവമതസാരവും ഏകം എന്ന് പറയുമ്പോൾ ഈ മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിൽ അനേകായിരം ഗുരുക്കന്മാർ വന്നിട്ടുണ്ട്. ഗുരു എല്ലാവർക്കും ഗുരു ആകാൻ കഴിയില്ല. ടീച്ചറാവാൻ പറ്റും, അധ്യാപകനാകാൻ പറ്റും. അതും ഗുരു ഒന്നല്ല. ശിഷ്യനെ വാസ്തവത്തിൽ ഗുരു കണ്ടെത്തുകയാണ്. അല്ലെങ്കിൽ ശിഷ്യൻ ഗുരുവിനെ തിരഞ്ഞ് പല സ്ഥലത്തും ആശ്രമങ്ങളിൽ പോയി പല ഗുരുക്കളെയും കണ്ടു. അദ്ദേഹം ശരിയാവില്ല, അദ്ദേഹം കുറച്ചും കൂടി തിരക്കിടില്ല, അദ്ദേഹം ഫേക്കാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഗുരുവിനെ സെലക്ട് ചെയ്യല്ല ശരിക്ക് ചെയ്യുന്നത്. ഗുരുനാഥൻ, ഗുരു ഒരു ശിഷ്യനെ കണ്ടെത്തുകയാണ്. ആ ശിഷ്യൻ അവിടെ എത്തിച്ചേരും, ആ ഗുരുവിൽ എത്തിച്ചേരും. അതിന് അനുയോജ്യരായിട്ടുള്ള ശിഷ്യന്മാരെ ഗുരു തന്നെയാണ് വാസ്തവത്തിൽ കണ്ടെത്തുന്നത്. അപ്പോൾ ഈ സർവമതസാരവും ഏകം എന്ന് പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏത് ജനവിഭാഗത്തിനും ഇങ്ങനെ ദൈവികമായ വെളിപാടുകൾ കിട്ടിയിട്ടുണ്ട്. ആ വെളിപാടുകൾക്കനുസരിച്ച് ആ ജനവിഭാഗം നയിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വേൾഡ് വൈഡായിട്ട് യൂണിവേഴ്സൽ ആയിട്ടുള്ള, യൂണിവേഴ്സൽ എന്ന് പറയുമ്പോൾ സയൻറ്റിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് പറയണം. നിരീക്ഷണ വിധേയമാക്കാവുന്ന യൂണിവേഴ്സ്. അതിൻ്റെ അപ്പുറത്തുള്ള യൂണിവേഴ്സിനെ നമുക്കും അറിയില്ല, നമ്മളെ കൺസെപ്റ്റിലുള്ള യൂണിവേഴ്സ് അല്ല. അപ്പോൾ ഒബ്സർവബിൾ എന്ന് ചേർത്താൽ ഒരു എക്സെപ്ഷൻ, പിന്നെ പ്രശ്നമില്ല. ആ നിരീക്ഷണ വിധേയമാക്കാൻ കഴിയുന്ന ഈ യൂണിവേഴ്സിന് മനുഷ്യവംശങ്ങൾക്ക്, ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് മനുഷ്യർക്ക് ഒരുപാട് ബുദ്ധിയുണ്ട്, അറിവുണ്ട്, വിവേകമുണ്ട്, ജ്ഞാനമുണ്ട്, അവനാണ് സംസ്കാരമുള്ളത്. നമ്മുടെ ഒരു ധാരണ എന്താ പറയുക, മൃഗീയമായ എന്നാണ് നമ്മൾ പറയുക. മൃഗീയമായ പെരുമാറ്റം, മൃഗതുല്യമായ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? മൃഗങ്ങൾക്കും അതിനുള്ള സംസ്കാരമുണ്ട്. മൃഗങ്ങൾക്ക് മൃഗങ്ങളുടേതായൊരു സംസ്കാരമുണ്ട്. മനുഷ്യവംശത്തിനുള്ളതുമായി തന്നെ അതും ദൈവം തന്നെയാണ് അവരെയും സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് പറയാം, സംസ്കാരം എന്ന് പറഞ്ഞാൽ അവരുടെ അത് ഇൻബോണാണ്. ഒരു കൾച്ചർ അവർക്ക് കൊടുത്തിട്ടുണ്ട്. തേനീച്ചക്കൊരു കൾച്ചറില്ലേ, ഉറുമ്പിനൊരു കൾച്ചറില്ലേ, എല്ലാ പക്ഷികളും കൂട് നിർമ്മിക്കുന്നത് ആ പക്ഷി ഉണ്ടായതിന് ശേഷം ഇന്ന് വരെ ഒരേ കൂടാണ്. പിന്നെ അവനതിൻ്റെ നിർമ്മാണ വസ്തുക്കൾ, സാമഗ്രികൾ മാറ്റിയിട്ടുണ്ട്. ഓൾഡ് സാമഗ്രികൾ കിട്ടാത്തതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണങ്ങളും കീസും ഒക്കെ അവൻ എടുത്തു കൊണ്ടുപോകുന്നു. ആരും ഇലയും കിട്ടാത്തത് കൊണ്ട് പുതിയ സാധനം എടുക്കേണ്ടി വരികയാണ്. അല്ലാണ്ട് അതിൻ്റെ ഈ ഡിസൈനിൽ, സ്ട്രക്ചർ ഡിസൈനിലൊരു മാറ്റം വരുത്തുന്നില്ല. ഇതൊരു സംസ്കാരമല്ലേ? നമ്മൾ ഈ സംസ്കാരങ്ങൾ ഹരപ്പയിലും മോഹൻജദാരോയിലും നഗരം എക്സ്കവേറ്റ് ചെയ്തിട്ട് അവിടെ ഉണ്ട്, ഇങ്ങനെ ഒരു നഗരം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നാഗരികത ഉണ്ടായിരുന്നു എന്ന് പറയണം. ഈ കൂടും ഒരു നാഗരികത അല്ലേ? എല്ലാ കിളികളുടെ കൂടും. നീ വേറെ ഒന്ന് പറഞ്ഞുതരാം. വോൾഫ് എന്ന് പറഞ്ഞൊരു മൃഗമല്ലേ? പല മൃഗങ്ങളുണ്ട്. വോൾഫ് സഞ്ചരിക്കുന്നത് ഒരൊറ്റ ലൈനിലാണ്, സിംഗിൾ ലൈൻ. കൂട്ടമായിട്ടാണ് താമസിക്കുക, സാമൂഹ്യ ജീവിയാണ്. പക്ഷേ നമ്മൾ മനുഷ്യർ പോലും അങ്ങനെ കൂട്ടമായിട്ട് പോവില്ല. കഴിയുന്നതും ഞാനും എൻ്റെ മക്കളും കൂടി ഈ വഴിക്ക് പോവാം, അവന്മാരവിടെ എത്തുന്നതിന് മുമ്പ് ഇതിലെ പോയാൽ നമുക്ക് അവിടെ എത്താം. അങ്ങനെയല്ല വോൾഫ്. നമ്മളെക്കാളും ബെറ്റർ കൾച്ചറാണ്. നിങ്ങളെക്കാളും അല്ല, എന്നെക്കാളും എന്ന് പറഞ്ഞാണ്. എനിക്ക് ഇവിടുന്ന് പോകണമല്ലോ. അപ്പോൾ വോൾഫിൻ്റെ കൾച്ചറിൽ വോൾഫ് ഒരൊറ്റ ലൈനായിട്ടാണ് പോവുക, ഒരു ലൈനായിട്ടാണ് പോവുക. ആ പോകുന്ന പോക്കിൽ നമ്മളെ സാധാരണ ഒരു കേരളീയ കൺസെപ്റ്റ് അനുസരിച്ച് മുമ്പിൽ നിൽക്കുക നേതാവല്ലേ? മുമ്പിൽ നേതാവാണല്ലോ എപ്പോഴും. ഈ ക്യാമറയെ ഫേസ് ചെയ്യുന്നതും തിരക്കുന്നതും എല്ലാം ചാടി വരുന്നതൊക്കെ നേതാവാണെന്നാണ് നമ്മളെ കൺസെപ്റ്റ്. നേതാക്കന്മാരാണല്ലോ മുമ്പിൽ നിൽക്കുക. എന്നാൽ വോൾഫിൻ്റെ മുമ്പിൽ നടക്കുക ഏറ്റവും പ്രായം ചെന്ന വോൾഫാണ്. 2-3 വോൾഫ് നല്ല പ്രായമുള്ളത് സംഘത്തിലുണ്ടെങ്കിൽ അവരാണ് ഫസ്റ്റ് മുമ്പിൽ നിർത്തും. എന്തിനാണെന്നറിയോ? മറ്റുള്ളവർ സ്പീഡിൽ നടന്നു പോകുമ്പോൾ യുവന്മാർ വഴിയിൽ ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പണിയാണ്. അപ്പോൾ ഇവരുടെ സ്പീഡിനനുസരിച്ചാണ് ടോട്ടൽ സംഘത്തിൻ്റെ സ്പീഡ് നിർണ്ണയിക്കുന്നത്. ഈ വയസ്സന്മാരെങ്ങനെ പോകുന്നു അതിലേറെ സ്പീഡിൽ ആരും പോകരുതെന്നാണ്. കാരണം അവരെ കളയാൻ പാടില്ലല്ലോ. തീരെ വൃദ്ധരായിട്ടുള്ള വോൾഫിനെയും സംരക്ഷിച്ച് അവരെ മുമ്പിൽ നിർത്തും. അതിൻ്റെ തൊട്ട് ബാക്കിൽ നല്ല യുവാക്കളായിട്ടുള്ള
ഒരു സൈനികമായിട്ടുള്ള വളരെ ചെറുപ്പക്കാരായിട്ടുള്ള യങ്സ്റ്റേഴ്സ് നിൽക്കും. അതിൻ്റെ ബാക്കിൽ സ്ത്രീകളും കുട്ടികളുമാണ് കംപ്ലീറ്റ്. ആ സ്ത്രീകളുടെയും കുട്ടികളും ബാക്കിൽ വേറൊരു സംഘം യോദ്ധാക്കളാണ്. അപ്പോൾ മുമ്പിൽ വൃദ്ധർ അല്ലെങ്കിൽ വൃദ്ധരായ സ്ത്രീ പുരുഷന്മാർ, അതിൻ്റെ നേരെ ബാക്കിൽ സൈന്യം, അതിൻ്റെ ബാക്കിൽ സ്ത്രീകളും കുട്ടികളും, പിന്നെ യോദ്ധാക്കൾ. ഏറ്റവും പുറകിൽ 2-3 പേര് നടന്നു വരുന്നുണ്ടാവും. അവരാണ് നേതാക്കന്മാർ. ദേ ആർ ദ ലീഡേഴ്സ്. അവരെന്തിനാ ബാക്കിൽ നടന്നു വരുന്നത്? ദേ ആർ ലയബിൾ ടു പ്രൊട്ടക്റ്റ് ദ ഹോൾ ഗ്രൂപ്പ്. ഈ മുമ്പിൽ പോകുന്ന സകല സന്നാഹങ്ങളും അടങ്ങിയ വോൾഫ് കുടുംബത്തിൻ്റെ ആ കൂട്ടത്തിൻ്റെ മുഴുവൻ സംരക്ഷണം ഇവരുടെ തലയിലാണ്. അതുകൊണ്ട് വാച്ച് ചെയ്യണവർ. ആരെങ്കിലും എവിടെയെങ്കിലും നിന്നോ ബുദ്ധിമുട്ടിയോ ശത്രു വരുന്നുണ്ടോ ഒക്കെ നോക്കിയിട്ട് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. ഇവിടെ ഏത് മനുഷ്യ നേതാവ് നിൽക്കും ബാക്കിൽ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ ആർക്കാണ് സംസ്കാരം? വോൾഫിനാണോ മനുഷ്യർക്കാണോ? ദാറ്റ് ഈസ് ഇൻ ബോൺ. ദൈവം കൊടുത്തതാണ്. അപ്പോൾ ദൈവം ആരാ? നിങ്ങളും ഞാനും വിചാരിക്കുന്ന നമ്മുടെ പാകത്തിനിരിക്കുന്നൊരു ദൈവമല്ല ദൈവം. ശ്രീനാരായണ ഗുരു ആഗ്രഹിക്കുന്നത് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഉയരത്തിലേക്ക് മേലോട്ട് ചെല്ലണം എന്നാണ്. നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അദ്ദേഹത്തെ വലിച്ച് താഴെ കൊണ്ടുപോവുക, താഴെ കൊണ്ടുവരികയാണ്. ഞങ്ങളുടെ കൂടെ നിൽക്ക്, അങ്ങനെ സ്പീഡ് പോവല്ല, മുമ്പ് പോവല്ല. അതുപോലെ ഈ ആത്മീയ അന്വേഷണമൊക്കെ ലോകത്ത് മേലോട്ടായിരുന്നു അല്ലേ? പ്രാർത്ഥന അങ്ങനെയല്ലേ? ആത്മാവിന് ആത്മീയ അന്വേഷണം മേലോട്ടാണ്, വെർട്ടിക്കൽ അല്ലേ? വെർട്ടിക്കലാണ് ആത്മീയ അന്വേഷണം. ഗുരു അത് ഹൊറിസോണ്ടലാക്കി. ഇപ്പുറത്ത് നിൽക്കുന്നവനായി, അപരനായി, സഹോദരനായി, കരുണയായി. അപ്പോൾ ഗുരു ഹൊറിസോണ്ടലായിട്ടുള്ള ആത്മീയാന്വേഷണം നടന്നു. മറ്റു പലരും പണ്ടേ ശീലിച്ചത് വെർട്ടിക്കലാണ്. ലംബമാനമായ അന്വേഷണം മാറി തിരശ്ചീനമായ അന്വേഷണമാണ് ഗുരു ശീലിപ്പിച്ചത്. ആ ഡിഫറൻസൊക്കെ നമ്മൾ സൂക്ഷ്മമായി നോക്കിയാൽ മനസ്സിലാവും. കൂടെ നിൽക്കുന്നവനാണ്, സഹോദരനാണ്, അനുകമ്പയാണ്, കരുണയാണ്, കാരുണ്യമാണ്. അവരെ ഒപ്പം കൊണ്ടുപോവാണ്, അവരെ പരസ്പരം സ്നേഹിപ്പിക്കുക. ഇനി നമുക്കിപ്പം ഗുരുവിൻ്റെ പേരിൽ ധാരാളം ആഘോഷങ്ങളുണ്ട്, പൊതു അവധിയുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഗുരു നമ്മളിലുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഇവിടെ ബാബുരാജും സുനിലും സുധീറും നിങ്ങളെല്ലാം സ്നേഹിക്കുന്നത് കണ്ടിട്ട് നിങ്ങളിലൊക്കെ ഗുരു ഇപ്പോഴുമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് എന്നെ വീണ്ടും പാലാരിവട്ടത്തേക്ക് പിടിച്ചു വലിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗുരു അകത്തളങ്ങളിലുണ്ട്. അപ്പോൾ ഗുരു ഒരു 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 പുറന്തോടാകാൻ പാടില്ല. ഗുരു നമ്മുടെ അകത്താണ് വേണ്ടത്, പുറത്തല്ല. അപ്പോൾ ഗുരു അകത്തുണ്ടായാൽ സ്നേഹം തോന്നും, ജാതി തോന്നൂല, മതം തോന്നൂല, അന്യനാണെന്ന് തോന്നൂല. അപ്പോൾ ഗുരുവാണ് നമ്മുടെ എല്ലാം ഉള്ളിൽ ഉണ്ടാകേണ്ടത് എന്നർത്ഥം. അപ്പോൾ ആ ഗുരുവിൻ്റെ കൺസെപ്റ്റാണ് നമുക്കുള്ളത്. അതാണ് നമ്മൾ സംസ്കാരം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളിലുണ്ട്, പ്രകൃതിയിലുണ്ട്. എന്തിനധികം ഈ വലിയ വടവൃക്ഷങ്ങളായി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വൃക്ഷങ്ങളിൽ, എല്ലാ ചെടികളിലും പൂക്കൾ ഗണിതശാസ്ത്രപരമായിട്ടാണ് അതിൻ്റെ ദളങ്ങൾ സമന്വയിപ്പിച്ചിട്ടുള്ളത്. ഇലകളുണ്ടല്ലോ, ആ ഇലകൾ സമന്വയിപ്പിച്ചിട്ടുള്ളത് ഒരു ശാസ്ത്രം അനുസരിച്ചാണ്. ഇത്ര ഇല, അതിൻ്റെ ഷേപ്പ് ഇന്നത്, ഇത്ര പൂവ്, ആ പൂവിൻ്റെ ദളങ്ങൾ ഇങ്ങനെ നിൽക്കണം, അതിന് ഏത് നിറമാകണം എന്നൊക്കെ തീരുമാനിച്ചൊരു ദൈവമുണ്ട്. വെറുതെ ഇഷ്ടം പോലെ ചെയ്തല്ല. അതാണ് വൈവിധ്യങ്ങൾ വേണമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മളെ എല്ലാ ആളുകളും വളരെ നല്ലവരാകാനുള്ള സാധ്യതയില്ല. ആയിക്കഴിഞ്ഞാൽ തീർന്നു. എല്ലാവരും കൃഷ്ണഭക്തന്മാരാണ്. അപ്പോൾ സകലരും കൃഷ്ണനെ പോലെ ആയാൽ എന്തൊരു ബോറിംഗ് ആയിരിക്കും ആ സൊസൈറ്റി. ഞാൻ എവിടെ വായിച്ചു, ഒരാളും കംസനായിട്ടില്ല അല്ലേ? പക്ഷെ കൃഷ്ണന് ഇമ്പോർട്ടൻസ് വരുന്നത് കംസനെ നമ്മൾ കണ്ടതുകൊണ്ടാണ്.
അതുപോലുള്ള ദുഷ്ടന്മാരെ നമ്മൾ കണ്ടതുകൊണ്ടാണ്, ഇല്ലേ? അപ്പോൾ ഒരു വൈവിധ്യം എന്ന് പറയുന്നത് ഈ സമൂഹത്തിലുണ്ട്. അത് ദൈവനിർണയം തന്നെയാണ്, നിയോഗം തന്നെയാണ്. ആ വൈവിധ്യങ്ങളുള്ളത് കൊണ്ടാണ് നമ്മൾ നന്മകളിൽ ഉറച്ചു നിൽക്കുകയും നല്ലത് സ്വീകരിക്കുകയും. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, രജോ ഗുണത്തെക്കുറിച്ചും തമോ ഗുണത്തെക്കുറിച്ചും സത്വഗുണത്തെക്കുറിച്ചും പറഞ്ഞില്ലേ. രജോ ഗുണം നന്മ എന്താണെന്ന് അറിയാം, നന്മ എന്താണെന്ന് നല്ലവണ്ണം മനസ്സിലായിട്ടുണ്ട്. പക്ഷേ നന്മയുടെ പക്ഷത്ത് നിൽക്കാൻ സാധിക്കാത്ത അന്ധതയാണ്. തമോ ഗുണം എന്ന് പറഞ്ഞാൽ അറിയില്ല, നന്മ അറിയില്ല, തിന്മ അറിയില്ല, അന്ധമാണ്. തമോ ഗുണം എന്ന് പറഞ്ഞാൽ അത് രണ്ടും ബാലൻസ് ചെയ്യുന്നതാണ്. രജോ ഗുണം തമോ ഗുണം എല്ലാത്തിലും ഉണ്ടാവും, പക്ഷെ പെർസെൻറ്റേജ് ഡിഫറൻസ് ഉണ്ടാവും. സതോ ഗുണം ഉണ്ടാവും. നമ്മൾ പറയില്ല അയാളൊരു സാത്വികനാണ്. അപ്പോൾ അതേമാതിരി അത് പ്രകൃതിയിലൊരു നിയമമാണ്. അപ്പോൾ പ്രകൃതിയിൽ അതുപോലുള്ള നിയമങ്ങളുണ്ട്. വൈ ദ ട്രീസ് ആർ ഫ്ലവറിങ്? എന്തുകൊണ്ടാണ് മരം പൂക്കുന്നത്? വൈ ദ ട്രീസ് ആർ ഫ്ലവറിങ്? ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ട്രീ ടു ഫ്ലവർ. പൂക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു നിയോഗമാണ്, ഡ്യൂട്ടിയാണ്. എത്ര കാലം ഒരു വൃക്ഷം നിൽക്കും? ഒരു മനുഷ്യായുസിനേക്കാൾ എത്രയോ കൂടുതലൊരു വൃക്ഷം നിൽക്കും. കൃത്യമായി പൂത്തുകൊണ്ടിരിക്കും, സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കും, കായ്കനികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ശിഖരങ്ങളിൽ കിളികൾ കൂടുവെക്കും. യാത്രികർ തണലായിട്ട് അതിൻ്റെ അടിയിൽ തണൽ ആസ്വദിക്കും. ഫലവർഗ്ഗങ്ങൾ ആഹാരത്തിന് ഉപയോഗിക്കും. നിങ്ങൾ ആരും ഇല്ലാത്തൊരു സ്ഥലം, ഒരു വൃക്ഷം പൂത്ത് നിൽക്കുകയാണ്. ആ സുഗന്ധം പരത്തുക എന്നുള്ള പണി വൃക്ഷം ചെയ്യും. നിങ്ങൾ ആ സുഗന്ധം ആസ്വദിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങളവിടെ കൂട് വച്ചാലും ഇല്ലെങ്കിലും, തണൽ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും, ഇറ്റ് വിൽ ഡൂ ദ ഡ്യൂട്ടി ബിക്കോസ് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഗിവൺ ബൈ ദ ഗോഡ്. അത് ചെയ്തുകൊണ്ടിരിക്കും. വൈ ദ റിവർ ഈസ് ഫ്ലോയിങ്? എന്തിനാണ് നദികൾ ഒഴുകുന്നത്? ഇതുപോലെ തന്നെ നദികൾ ഒഴുകുന്നത് ഗുരു ഗിരുവർസേ ഗിർഗിർക്കർ നദിയോന്നെ ബഹനാസിക്ക സിർ പടക്ക് പടക്ക് പത്തർ പർ ചർണോന്നെ ചർണാസിക്ക എന്ന മഹാഗിരിശൃംഖങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് തല പാറക്കെട്ടുകളിലിട്ട് അടിച്ചടിച്ച്, അപ്പോഴാണ് നമ്മൾ ആതിരപ്പള്ളി പോകുന്നത്, ആ അടിക്കണ് കാണാൻ, അല്ലേ? വാസ്തവത്തിൽ അത് ഒഴുകാനുള്ള പരിശ്രമത്തിൻ്റെ ഇടയിൽ സഹിക്കുന്ന ത്യാഗമാണ്. പാറക്കെട്ടുകളിൽ വീണ് അടിച്ച് പരിക്ക് പറ്റി ഒഴുകി ശാന്തമായി കടലിൽ ചേരും, അല്ലേ? അവസാനം ചെല്ലുമ്പോൾ. അപ്പോൾ വൈ ദ റിവർ ഈസ് ഫ്ലോയിങ്? ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ റിവർ ടു ഫ്ലോ. നിങ്ങൾ ആ വെള്ളം എൻജോയ് ചെയ്താലും ഇല്ലെങ്കിലും. വൈ ദ സൺ ഈസ് ഷൈനിങ്? എന്തിനാണ് സൂര്യൻ പ്രകാശിക്കുന്നത്? സൂര്യൻ പ്രകാശിക്കുന്നത് നമ്മുടെ ജീവൻ നിലനിൽക്കാനാണ്, ജീവജാലങ്ങൾ നിൽക്കാൻ വേണ്ടിയാണ്. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ, വറ്റാത്ത നിറവാർന്ന നിൻ തപ്തദീപ്തമാം അക്ഷയപാത്രത്തിൽ നിന്നുറന്നൊഴുകുന്നൊരിത്തിരി ചുടുവാൽ വെളിച്ചം കുടിച്ചിവിടെ ഈ ചെറിയ വട്ടത്തിൽ ഈ കൊച്ചുഭൂമിയിൽ ജീവൻ്റെ ഉന്മത്ത നൃത്തം എന്ന് വാൻപി പാടിയുണ്ട്. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുക. ഗുരു എന്താ പറഞ്ഞത്? മറ്റുള്ളവർക്കായി കത്തിയെരിയാനാണ്, മറ്റുള്ളവർക്കായി സുഗന്ധം പരത്താനാണ്, മറ്റുള്ളവർക്കായി കായ്കനികൾ ഉണ്ടാക്കാനാണ്, അല്ലേ? മറ്റുള്ളവർക്ക് ജലം നൽകാനാണ്, ആശ്വാസം നൽകാനാണ്. അപ്പോൾ ഗുരു വളരെ നാച്ചുറലായിട്ടുള്ളൊരു ഗുരുവാണ്, പ്രകൃതിയോട് അനുയോജ്യനായിട്ടുള്ളൊരു ഗുരുവാണ്. ദൈവികമായ ശാസനകളും നിബന്ധനകളും പുതിയ സിദ്ധാന്തങ്ങളിലൂടെ തത്വങ്ങളിലൂടെ മനുഷ്യരിലേക്ക് പകർന്നു തന്ന ഒരു മഹാനദീ പ്രവാഹമാണ് ഗുരു എന്ന് നമ്മൾ കാണേണ്ടി വരും, അല്ലേ? ആഴണം വാഴണം എന്നൊക്കെ പറഞ്ഞ് അതിൽ അവസാനിപ്പിക്കരുത്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് ഗുരു ഉദ്ദേശിച്ചത്? ഗുരു തൻ്റെ 61ഓളം കൃതികളുണ്ട്. അതിൽ 10 വരിയുള്ളതും 20 വരിയുള്ളതും ചെറുതും വലുതൊക്കെ ഉണ്ട്. അതിൽ ദർശനമാല മാതിരിയുള്ള വളരെ കാഠിന്യമേറിയ, നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് വെരി സിമ്പിളായിട്ടുള്ള ഏത് സാധാരണക്കാരനും ഉൾക്കൊള്ളാൻ പറ്റിയ സംഗതികളും കൃതികളിലുണ്ട്, പ്രവൃത്തികളിലുണ്ട്. അപ്പോൾ മനുഷ്യജന്മം തന്നെ അതാണ്, ഇല്ലേ? ഇപ്പോൾ വൃക്ഷം എങ്ങനെയാണ് പരക്കുന്നത്, പൂക്കളെ ഉണ്ടാക്കുന്നത്, സൂര്യൻ എങ്ങനെയാണ് പ്രകാശിക്കുന്നത്, അതുപോലെ ഈ പ്രപഞ്ചത്തിൽ പലതുണ്ട്. ഇപ്പോൾ ഭാരതീയ വേദങ്ങളനുസരിച്ച് നമ്മൾ സാധാരണ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയ എന്ന് പറയും, ഇല്ലേ?
ഇരുട്ട് പോയി വെളിച്ചം ഉണ്ടാകട്ടെ എന്ന്. പക്ഷെ നിങ്ങളൊക്കെ കുട്ടികളുടെ ബർത്ത്ഡേ ആഘോഷിക്കാറില്ലേ? ഇവിടെ ഇരിക്കുന്നവരൊക്കെ കൊച്ചു കുട്ടികളെയും കണ്ടല്ലോ. ഇപ്പോൾ മുതിർന്നവരുണ്ട്, 110-ാം വയസ്സിലും ജന്മദിനം ആഘോഷിക്കാറുണ്ട്. പക്ഷേ 10-ാം വയസ്സിലും ഉണ്ട്. അപ്പോൾ ഈ ജന്മദിന ആഘോഷങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മളെന്താ ചെയ്യുക? നമ്മളൊരു കേക്ക് വാങ്ങിച്ചു കൊണ്ടുവരും, അതിൽ പേരെഴുതി വെക്കും, 5 വയസ്സായ കുട്ടിയെ അരികത്ത് നിർത്തും, അവനൊരു പ്ലാസ്റ്റിക്കിൻ്റെ മരത്തിൻ്റെ കത്തി കൊടുക്കും, കുറേ മെഴുകുതിരികൾ കത്തിച്ച് വെക്കും, നമ്മളെല്ലാം കൂടി ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറയും. അപ്പോൾ ആ ഹരത്തിൽ ഇവൻ കേക്ക് മുറിച്ച് അമ്മയ്ക്കോ അച്ഛനോ ആർക്കെങ്കിലും ആദ്യം കൊടുക്കും. എന്നിട്ടോ അതിന് മുമ്പ് ആ വിളക്കൊക്കെ ഊതിക്കെടുത്തും, 5-6 ഊത്ത്. നമ്മളെ പ്രയർ എന്താ? തമസോമ ജ്യോതിർഗമയാന്ന്, ഇരുട്ട് പോയി വെളിച്ചമുണ്ടാകട്ടെ. ഇവൻ്റെ ജീവിതം ഒരിക്കലും പ്രകാശിക്കരുതെന്ന് തീരുമാനിച്ചിട്ട് ആ എല്ലാ വിളക്കുകളെയും ഊതിക്കെടുത്തുന്നവരാണ് നിങ്ങളും ഞാനും. ഡോണ്ട് ഡു ഇറ്റ് ഇൻ ഫ്യൂച്ചർ. ഒരിക്കലും മെഴുകുതിരി ഊതിക്കെടുത്തരുത് കുഞ്ഞുങ്ങളെ മുമ്പിൽ നിർത്തിയിട്ട്. അവൻ്റെ ജീവിതം ഇരുളടഞ്ഞു പോകട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഡോണ്ട് ഡു ഇറ്റ്. വേണമെങ്കിൽ നിങ്ങൾ കത്തിച്ചോ, കെടുത്താനല്ല. ആ സമയമാകുമ്പോൾ ഈ കേക്ക് മുറിക്കുന്നതിന് മുമ്പ് ഒരു വിളക്കവും കത്തിച്ചോട്ടെ, കുഴപ്പമില്ല. ചെറിയ കുട്ടി അല്ലെങ്കിൽ വിളക്കൊക്കെ തിരിച്ചറിയുന്നവനാണ്, തീയും അഗ്നിയൊക്കെ എങ്കിൽ അവനെ കൊണ്ട് ചെയ്യുക, കെടുത്തരുത്. അപ്പോൾ നിങ്ങളുടെ ജീവിതവും നമ്മുടെ ജീവിതവും നമ്മുടെ സിദ്ധാന്തങ്ങളും എവിടെ? അതുപോലെ തന്നെയാണ് ഗുരു അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം ചെയ്യണതാണ്. ഏതോ യൂറോപ്യൻ സംഗതിയാണ്, എവിടുന്നോ പഠിച്ചതാണ് അല്ലേ? ഏതോ യൂറോപ്യൻ ആരോ ഒരു സായിപ്പ് ചെയ്തത് ആരോ കണ്ടതാണ്. ഏതോ ഒരു സായിപ്പ് ചെയ്തത് കണ്ടനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സിദ്ധാന്തങ്ങളല്ല അല്ലേ? ദൈവം വെളിച്ചം ആകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല എന്നാണ് ബൈബിൾ പറയുന്നത്. ഒട്ടും ഇല്ല എന്ന് പറയാണ്ട് അസർട്ട് ചെയ്തെന്ന് പറയാം. ദൈവം വെളിച്ചം ആകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. ഇനി എന്താ സംശയം? യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്ന ആരും അന്ധതമസിൽ അകപ്പെടുകയില്ല. ഖുർആൻ പറഞ്ഞു, അല്ലാഹു നൂറു സമാവാത്തി വൽ അർള്. അർള് എന്ന് പറഞ്ഞാൽ എർത്താണ്, അർദ് ഇവിടെ അറബിയിൽ. അപ്പോൾ ദൈവം വെളിച്ചമാകുന്നു എന്ന് ബൈബിൾ പറഞ്ഞ പോലെ തന്നെ ദൈവം അല്ലാഹു ഭൂമിയുടെയും വാനലോകങ്ങളുടെയും പ്രകാശമാകുന്നു എന്ന് ഖുർആൻ പറയണം. 24:35 അല്ലേ? അഗ്നിമീളെ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നദാതമം. ഇല്ല, കറുത്ത നിറമുള്ള ഇരുട്ടിനെ പോലും രത്നസമാനമായി പ്രകാശിപ്പിക്കുന്ന അഗ്നിയാണ്. അഗ്നിയില്ലാതെ യാതൊന്നുമില്ല, വെളിച്ചമില്ലാതെ യാതൊന്നും ഈ ഹൈന്ദവ ധർമ്മത്തിലില്ല. ജനനം, മരണം, വിവാഹം, ഉത്സവം, ആഘോഷം എല്ലാത്തിനും വിളക്കുണ്ട്, എല്ലാത്തിനും വെളിച്ചമുണ്ട്. അഗ്നിമീളെ പുരോഹിതം എന്നാണ്. അഗ്നിയിലൂടെയാണ്, നല്ല പ്രകാശത്തിലൂടെയാണ് നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നത്. ദൈവം വെളിച്ചം ആകുന്നു. ആ വെളിച്ചത്തെ നിങ്ങൾ ഊതിക്കെടുത്തരുത് എന്നാണ് ഞാൻ പറയുന്നത്. ആ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ പാടില്ല. അപ്പോൾ ആ പ്രകാശമാണ്, ദൈവീകമായ പ്രകാശമാണ് ശ്രീനാരായണ ഗുരുവിനെ പോലുള്ളവർ നമ്മളിലേക്ക് വിന്യസിക്കാൻ വേണ്ടി ശ്രമിച്ചത്. നമ്മളത് ഉൾക്കൊണ്ടോ? അത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം. നമ്മൾ ആ വെളിച്ചം ഉൾക്കൊണ്ട് പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം കലഹിക്കാതിരിക്കുകയും കൂടെയല്ല പിറക്കുന്ന നേരത്തും കൂടെയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ. പൂന്താനം ജ്ഞാനപ്പാനയിൽ പാടിയതാണ്. ഒറ്റയ്ക്ക് പിറക്കുകയും ഒറ്റയ്ക്ക് മരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഇടവേളകളിൽ കണ്ടുമുട്ടുമ്പോൾ എന്തിനാണ് കലഹിക്കുന്നത്? ഇന്ന് വരെ നമുക്കതിന് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്തിനാണ് കലഹിക്കുന്നത്? കലഹിക്കാൻ പാടുണ്ടോ? അങ്ങനെ നമ്മൾ കലഹിക്കേണ്ടതുണ്ടോ? ഒരിക്കലും കലഹിക്കാൻ പാടില്ല. അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ, നമ്മളെല്ലാം ഇനി ഏത് ധർമ്മത്തിൽ വിശ്വസിച്ചാലും നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള വേദഗ്രന്ഥങ്ങളിലെ ആശയം ഗുരുക്കന്മാർ നമ്മളോട് പറഞ്ഞത് നമുക്കറിയില്ല. വി ആർ അൺഅവെയർ. നമുക്കത്ര നോളജ് ഉള്ളവരല്ല.
നമ്മൾ പഠിക്കുന്നവരല്ല. ഒന്നാമത് ഈ ഗ്രന്ഥങ്ങളെല്ലാം വായിച്ചു പഠിക്കേണ്ടത് മാത്രമല്ല, വായിച്ചു പഠിച്ചാലൊന്നും എവിടെയും അവസാനിക്കില്ല അല്ലേ. ഇപ്പം ശ്രുതികളാണല്ലോ, കേട്ടുവന്നതാണല്ലോ. ശ്രുതികൾക്കാണ് സ്മൃതികളെക്കാളും പ്രാധാന്യം അല്ലേ. സ്മൃതിയും ശ്രുതിയും തമ്മിലൊരു മത്സരം നടന്നാൽ ശ്രുതിയാണ് നിലനിൽക്കുക, അവിടെ സ്മൃതിയല്ല. അപ്പോൾ അത് വെളിപാടുകളാണ്. ആ വെളിപാടുകൾ അനുസരിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ലോകം, അവിടെ ഗുരു എങ്ങനെയെന്നുള്ളതാണ് നിങ്ങളും ഞാനും ആലോചിക്കേണ്ടത്. നമ്മളിപ്പോൾ ചില ആൾക്കാർ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ ആധ്യാത്മിക കാര്യങ്ങളും നടന്നു, സ്പിരിച്വൽ സയൻസിനെ പറ്റി പറയണു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ, യങ്സ്റ്റേഴ്സിനൊക്കെ ഒക്കെ പഴഞ്ചൻ, അതൊക്കെ അമ്മ. ഞാൻ പല ഒരു ആധ്യാത്മിക സദസ്സുകളിലും പോയി നോക്കിയിട്ടുണ്ട്. അധികവും യങ്സ്റ്റേഴ്സല്ല, നന്ന ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ. ഇപ്പോൾ നൈറ്റ് ലൈഫുള്ള കൊച്ചിയാണല്ലോ. ഇന്ന് രാത്രി ഇറങ്ങണവരൊന്നും പകൽ ദിനം ഇവിടുത്തെ നോക്കിയിട്ടുണ്ടെങ്കിൽ രാത്രി ഇറങ്ങിയിട്ട് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. ആ ചെറുപ്പക്കാരൊക്കെ ഇതിൽ നിന്ന് വിട്ടുപോകാതിരിക്കണമെങ്കിൽ ടെക്നോളജി വളരെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ലോകത്തിലെ. ശാസ്ത്ര സാങ്കേതിക വിദ്യ, നാനോ ടെക്നോളജി, ബയോടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വന്ന് ദിസ് ബിക്കെയിം എ നോളജ് സൊസൈറ്റി. ഒരു ജ്ഞാന സമൂഹമായി ലോകം മാറി. ആമസോണിലായി ഓർഡറൊക്കെ. ആഹാരം വീട്ടിൽ പാചകം ചെയ്യൽ നിർത്തി. എല്ലാവരും കുഞ്ഞുകുട്ടി പ്രാരാബ്ദങ്ങളോടുകൂടി ഹോട്ടലുകളിലേക്ക് പോവുകയാണ്, വെട്ടി വിഴുങ്ങുകയാണ്. വൻ പണം കൊടുത്തിട്ടായാലും വെട്ടി വിഴുങ്ങുകയാണ്. എന്ന സാധനമൊന്നുമില്ല, വൃത്തി ഉണ്ടോയെന്നുള്ളതില്ല, മായുണ്ടോയെന്നില്ല, ഒക്കെ തിന്നാണ്. ക്യാൻസർ വന്നാൽ എന്താ കീമോതെറാപ്പി നടത്തണം, എവിടെയാ കിഡ്നി പോയാൽ എന്താ നമുക്ക് ഡയാലിസിസ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക, എല്ലാത്തിനും ഫെസിലിറ്റി ഉണ്ടല്ലോ. പിന്നെ കിഡ്നി പോയാലെന്തിനാ, തിന്നാതിരിക്കണം എന്തിനാണ്? ഇതൊക്കെ തിന്നാൻ പറഞ്ഞോ ഗുരു? ഇതൊക്കെ ഏതെങ്കിലും വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞോ? ആഹാരശീലത്തിനൊരു വ്യത്യാസമില്ലേ? അപ്പം മനുഷ്യന് ഈ പുതിയ സാങ്കേതിക വിദ്യ വന്നതോടുകൂടിയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ ഭരണാധികാരികളും ഭരണകൂടവും നമ്മളെല്ലാവരും തന്നെ സാങ്കേതിക വിദ്യയെ മനുഷ്യ നന്മയ്ക്ക് എതിരായി പ്രയോജനപ്പെടുത്തുകയാണ്. അപ്പോൾ സാങ്കേതിക വിദ്യ എങ്ങനെ നല്ലതിനു വേണ്ടി, സ്നേഹത്തിനു വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി, അപരന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ള സംഗതിയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഗവേഷണങ്ങളിലൂടെ ഗുരുവിൻ്റെ തന്നെ സിദ്ധാന്തം പ്രായോഗവൽക്കരിക്കുമ്പോൾ പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊള്ളണം. ഇപ്പം ആമസോണിലെല്ലാം ഓർഡർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞില്ല. ആമസോണിൻ്റെ ചൈനയിൽ ഫാക്ടറിയിൽ തന്നെ 60,000 റോബോട്ട്സ് ഉണ്ട്. 60,000 റോബോട്ട്സ്. മനുഷ്യരല്ല അപ്പോയിൻ്റ് ചെയ്തിട്ടില്ല. എന്തിനാ? വൈ 60,000 റോബോട്ട്സ്? റോബോട്ടിക്സിൻ്റെ ഫലമായിട്ട് 60,000 റോബോട്ട് ചൈനയിൽ തന്നെ അവരുടെ സ്ഥാപനത്തിൽ. ആ റോബോട്ട്സിനെ വെച്ചാലുള്ള ഗുണം എന്താ അറിയോ? ടോയ്ലറ്റ് വേണ്ട, പ്രസവാവധി കൊടുക്കണ്ട, യൂണിയൻ ഉണ്ടാവില്ല, ഇവൻ 24 hours വർക്ക് ചെയ്യും. ഇവനോ ഇവളെന്ന് എന്താ പറയാൻ പറഞ്ഞൂടാ, അത് തത് എന്നൊക്കെ വേദത്തിൽ പറയണ മാതിരി പറയാം. അവൻ 24 മണിക്കൂറും വർക്ക് ചെയ്യും. രാത്രി ലൈറ്റ് വേണ്ട, ഇലക്ട്രിസിറ്റി ലാഭം. റോബോട്ട്സാണ്. ആ റോബോട്ട്സ് തമ്മിൽ പന്ത് കളിക്കുന്നുണ്ട്. ഇപ്പം റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്, കമ്പ്യൂട്ടറിനോട് ചെസ്സ് കളിക്കുന്നുണ്ട്. ഹോമോസ് ഹാപ്പിയൻ എന്ന് പറഞ്ഞിട്ട് പ്രൊഫസർ യുവാൽ നോവ ഹരാരി എന്ന് പറഞ്ഞൊരു ഇസ്രായേലി പ്രൊഫസർ എഴുതിയൊരു പുസ്തകമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ടോണി ജോസഫ് ഏർലി ഇന്ത്യൻസ് എന്നൊരു ബുക്ക് വേറെ എഴുതിയിട്ടുണ്ട്. ആ ഹോമോസ് ഹാപ്പിയൻസിൻ്റെ ശേഷം അയാൾ എഴുതിയ ബുക്ക് ഹോമോ ദിയൂസ് ആണ്. ഹോമോ ദിയൂസ് എന്ന് പറഞ്ഞാൽ ദൈവ മനുഷ്യൻ എന്നാണ് അർത്ഥം. അപ്പോൾ പുതിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവ മനുഷ്യനെ കൊണ്ട് അവരുദ്ദേശിക്കുന്നത് പാതി യന്ത്രവും പാതി മനുഷ്യരുന്നാണ്. ഈ അവയവങ്ങളൊക്കെ ഇവരൊക്കെ പറയണമെന്നാണ്, ഈ അവയവങ്ങളൊക്കെ ദൈവം പ്രാകൃതമായ രീതിയിൽ പണ്ടുണ്ടാക്കിയതാണ്. ഇപ്പോൾ ഇതുകൊണ്ടൊന്നും ഒരാവശ്യമില്ല. അതുകൊണ്ട് വേറെ ഒരു തരത്തിലുള്ള മനുഷ്യൻ വരണമെന്ന് ശാസ്ത്രം ചിന്തിക്കുന്ന കാലത്ത് ഈ സിദ്ധാന്തങ്ങൾ നിങ്ങൾ പറയുന്ന പോലെ പറഞ്ഞില്ലെങ്കിൽ ചെറുപ്പക്കാർ വരില്ല. ബിക്കോസ് ദേ ഹാവ് മോർ നോളജ് ദാൻ അസ്. നമ്മളെക്കാളും അവർക്ക് അറിവുണ്ട്, തെറ്റിദ്ധരിക്കരുത്. അവർ മോശക്കാരല്ല. നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മളെക്കാളും അറിവുണ്ട്. അതുകൊണ്ടാണ് 35 ലക്ഷം മലയാളി കുട്ടികൾ വിദേശ രാഷ്ട്രങ്ങളിൽ പോയി പഠിക്കുന്നത്. ഈ നാട് മുഴുവൻ കാണാത്ത, എറണാകുളം കൊച്ചി കണ്ടിട്ടില്ലാത്തവൻ
എവിടെയാണ്? അസർബൈജാനും അർമേനിയയും താജിക്കിസ്ഥാനും ഉസ്ബെക്കിസ്ഥാൻ, കാനഡ, UK, ഓസ്ട്രേലിയ. അവിടെ പോയി അധികം പേരും തിരിച്ചു വരാറില്ല. പക്ഷേ തിരിച്ചു വന്നാലും ഇല്ലെങ്കിലും ഈ സിദ്ധാന്തങ്ങൾ അവിടെയും പ്രസക്തമല്ലേ എന്നാണ് ചോദിക്കുന്നത്. ആ ലവ്, ആ അഫെക്ഷൻ, ആ അപരൻ, ഇതൊക്കെ അവിടെയും പ്രസക്തമായിട്ടുള്ള കാര്യമല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ സൈദ്ധാന്തികം ഇപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം വേദഗ്രന്ഥങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു കാരണം ഹൈന്ദവ ധർമ്മം എന്ന് പറഞ്ഞാൽ സഹിഷ്ണുതയുടെ ധർമ്മമാണ്. ഒരിക്കലും മനുഷ്യർ തമ്മിൽ കലഹിക്കാൻ ഒരു മതവും പറഞ്ഞിട്ടില്ല. ഭീകരത മതത്തിനറിയില്ല, ഭീകരവാദികൾക്ക് മതമില്ല. അവരേതിലായാലും അങ്ങനെ ആയിരിക്കും. ഒരു മതവും ഒരു സിദ്ധാന്തവും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ മത്തായി 5-ാം അധ്യായത്തിൽ 44 പറയുന്നുണ്ട്, ശത്രുക്കളെ സ്നേഹിപ്പിൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. യേശു പറയണം, ഒന്നും കൂടി ശ്രദ്ധിച്ചു നോക്കിയേ, ശത്രുക്കളെ സ്നേഹിപ്പിൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. എന്തെന്നാൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും നല്ലവരുടെ മേലും ചീത്തവരുടെ മേലും തൻ്റെ മഴ വർഷിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അതുകൊണ്ട് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനെ പോലെ നാമുമായി തീരുവാൻ ശത്രുക്കളെ സ്നേഹിപ്പിൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. അത് രാവിലെ ജോ ബൈഡൻ മുടങ്ങാതെ വായിക്കും. എന്നിട്ട് ആ പുസ്തകം മടക്കി വെച്ചിട്ട് അന്ന് ആരുടെ തലയിലാണ് ബോംബിടേണ്ടതെന്ന് അയാൾ അന്ന് തീരുമാനിക്കും. എല്ലാ ദിവസവും ബോംബിട്ടുകൊണ്ടിരിക്കുക, വർഷിച്ചുകൊണ്ടിരിക്കുക. 5000 വർഷത്തെ മനുഷ്യായുസിനടക്കം 3000 യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. 1, 2 വേൾഡ് വാർ വലുതാണെന്ന് മാത്രം. ഇപ്പോഴും യുദ്ധങ്ങൾ നടന്നു വരികയാണ്. ഇതൊക്കെ വേദഗ്രന്ഥങ്ങളില്ലാത്തതുകൊണ്ടാണ്, ബൈബിളില്ലാത്തതുകൊണ്ടാണ്, ഖുറാനില്ലാത്തതുകൊണ്ടാണ് അല്ലല്ലോ. വൈ ഇറ്റ് ഈസ് ഗോയിങ്? ആരാണ് കൊല്ലുന്നത്? രാഷ്ട്രീയക്കാർ, ഭരണാധികാരികൾ. അപ്പോൾ ദേ ആർ മിസ്യൂസിങ് ദ റിലിജൻ. എല്ലാ വേദമന്ത്രങ്ങളെയും സിദ്ധാന്തങ്ങളെയും ദുരുപയോഗം ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? പണം, അധികാരം. ശ്രീനാരായണ ഗുരുവിന് അതിൽ മോഹം ഉണ്ടായിരുന്നോ? അതിൽ മോഹിക്കാൻ നമ്മളോട് പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെ നമ്മളങ്ങനെ ആയിത്തീരുക? ഒരു മതവും പറഞ്ഞിട്ടില്ല, ഗുരു മാത്രമല്ല ഒരു മതവും പറഞ്ഞിട്ടില്ല അങ്ങനെ ആയിത്തീരാൻ. ഒരു മതവും അങ്ങനെ ആയിത്തീരാൻ പറഞ്ഞിട്ടില്ല. യുദ്ധങ്ങൾ നടത്താൻ പറഞ്ഞിട്ടില്ല, മറ്റുള്ളവരെ ദ്രോഹിക്കാൻ പറഞ്ഞിട്ടില്ല, പക്ഷിമൃഗാദികളെ സ്നേഹിക്കേണ്ട എന്ന് പറഞ്ഞിട്ടില്ല, അല്ലേ? അപ്പോൾ പരസ്പരം സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക, സഹായിക്കുക, അതാണ് അവനവൻ ആത്മസുഖത്തിനായി ആചരിപ്പത് അപരന് സുഖത്തിനായി വരണം. അപരൻ, ആ അപരനാണ് ഗുരുവിൻ്റെ ഫസ്റ്റ് പരിഗണന കിട്ടുന്നത്. ആ സ്നേഹമാണ്, അപരനോടുള്ള സ്നേഹമാണ്. അത് നമ്മൾ തമ്മിലുണ്ടായാൽ ഈ ലോകം എന്തായി? നമുക്കില്ലല്ലോ. അത് നമുക്ക് എന്തായാലും ഇല്ലല്ലോ. കുറഞ്ഞു വരില്ലേ? മനുഷ്യബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുകയല്ലേ? യുദ്ധങ്ങളും കലഹങ്ങളും അധികാരങ്ങളും. ഐ വാസ് എ സ്റ്റുഡൻറ്റ് ഓഫ് ദി പ്രീ ഡിഗ്രി ക്ലാസ്സസ്. ഞങ്ങൾക്കൊരു ലെസൺ ഉണ്ടായിരുന്നു, റിട്ടേൺസ് ടു ഇന്ത്യ എന്ന് പറയുന്നത്. ഏതൊരു പാഠപുസ്തകത്തിലെ ഒരു ചെറിയ ലെസൺ, ഒരു കഥ മാതിരി. ആ കഥയിൽ പിന്നെ എല്ലാ രാഷ്ട്രങ്ങളുടെയും പ്രസിഡൻറ്റുമാരും പ്രധാനമന്ത്രിമാരും കൂടി ഒരു ദ്വീപിൽ സമ്മേളിക്കുന്നൊരു കഥയാണ്. അജ്ഞാതമായൊരു ദ്വീപിൽ, അധികം മനുഷ്യവാസം ഇല്ലാത്തൊരു സ്ഥലത്ത് ഈ രാഷ്ട്ര നേതാക്കന്മാർ, പ്രസിഡൻറ്റുമാർ, പ്രധാനമന്ത്രിമാരൊക്കെ സമ്മേളിക്കുകയാണ്. എന്താ പ്രശ്നം എന്നറിയോ? അവരൊക്കെ തമ്മിൽ തർക്കങ്ങളും യുദ്ധങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി കൂടിയാണ് അവർ. മധ്യസ്ഥം പറഞ്ഞ് തീർക്കാൻ, നമ്മൾ തമ്മിൽ തർക്കം വേണ്ട, പട്ടാളത്തെ പിൻവലിക്കാൻ, കയ്യേറിയ സ്ഥലം ഒഴിഞ്ഞു കൊടുക്കാൻ, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ഇവരെല്ലാവരും കൂടിയതാണ്. അപ്പോൾ ആ അജ്ഞാതമായ ദ്വീപിൽ ആദിവാസികളായിട്ടുള്ളൊരു കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവിടെ അപൂർവമായൊരു പഴം കിട്ടും. അപ്പോൾ ആരോ കുറേ പുതിയ മനുഷ്യർ വന്നിരിക്കില്ലേ, ഇവർക്ക് കൊടുക്കാൻ വിചാരിച്ച എല്ലാ പ്രസിഡൻറ്റുമാർക്കും പ്രധാനമന്ത്രിമാർക്കും പഴം കൊടുത്തു. അതിമധുരമായ പഴം. അത് കഴിച്ചതോടുകൂടി സകല പ്രസിഡൻറ്റുമാരും പ്രധാനമന്ത്രിമാരും ഉറങ്ങിയെന്നാണ്. അത്ര മത്ത് പിടിച്ചുറങ്ങി. ആ ഉറക്കം 6 മാസം നീണ്ടു നിന്നു എന്നാണ്. ആ 6 മാസം ലോകത്ത് സമാധാനം നിലനിന്നു എന്നാണ്. അതാണ് എൻ്റെ പ്രശ്നം. അവിടെയാണ് എൻ്റെ ക്ലൈമാക്സ്.
അവരുറങ്ങിയപ്പോൾ, അവരുണർന്നു കഴിഞ്ഞപ്പോൾ ഓർമ്മയായി നമ്മുടെ ആ പട്ടാളം, ഈ പട്ടാളം, ആ യുദ്ധം, ഈ ബോംബൊക്കെ ഓർമ്മയായി. ഇവൻ ഉറങ്ങിക്കിടന്നപ്പോൾ ലോകത്ത് സമാധാനം ഉണ്ടായത്. അതൊരു സത്യമല്ലേ? ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ഓൺ. എന്തിനു വേണ്ടി, എന്തിനാണ് നമ്മളെ തമ്മിൽ അടുപ്പിക്കുന്നത്? വാട്ട് ഈസ് റോങ്? ആരും അന്യരല്ല. എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് ഒരു ദൈവമാകുമ്പോൾ നമ്മൾ ഈക്വലാണ് അല്ലേ? ആയുർവേദം വേദത്തിൻ്റെ ഒരു ഉപവേദമാണ്. ആദ്യത്തെ ആയുർവേദ വൈദ്യനാരാ? അറിയാം? ആരെ? ആദ്യത്തെ ആയുർവേദ വൈദ്യൻ ആത്രേയ പുനർവസുവാണ്. ആത്രേയ പുനർവസു. നിങ്ങൾ മറ്റേ പറയുന്നത് അതിൻ്റെ ആ ചികിത്സാ സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാക്കളായിരിക്കും നിങ്ങൾ പറയുന്നത്. ഞാൻ വൈദ്യനെയാണ് പറഞ്ഞത് അല്ലേ? ചരകനും ശുശ്രുതനൊക്കെ. ആ ആയുർവേദത്തിൽ നമുക്ക് അഗസ്ത്യ രസായനം, ചവനപ്രാശം, ചവനമുനിയുടെ പ്രാശമാണ്. അഗസ്ത്യ രസായനം അഗസ്ത്യൻ്റെ പേരിലുള്ളതാണ്. ധന്വന്തരിയുടെ ധന്വന്തരം ക്ഷീരബല 101 ആവർത്തിച്ചത്. കുറേ പ്രായമുള്ളവരുള്ളതുകൊണ്ട് അവർക്ക് വേഗം മനസ്സിലാവും. സഹചരാതി കഷായം കുടിക്കണവരും ഒക്കെ കാണും അല്ലേ? ബലാകുളിച്ചാതി എണ്ണയും കൊട്ടൻ ചുക്കാതി തൈലവും ഇതൊക്കെ പോട്ടെ. ഏതായാലും ചവനപ്രാശം, അഗസ്ത്യ രസായനം ഇതൊക്കെ ആയുർവേദമാണ്. ഈ ആയുർവേദ മരുന്നുകൾ വേദമാണത്. ആയുർവേദം ദാറ്റ് ഈസ് ഒറിജിനേറ്റഡ് ഇൻ ഇന്ത്യ. ഒരു ഉപവേദമാണ്. എന്നിട്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അത് കഴിക്കുന്നില്ലേ? അല്ലേ? ഹായ്, ഞങ്ങൾക്ക് ബൈബിളാണ്, ഞങ്ങൾക്ക് ഖുർആനാണ്, അതിൽ ഈ മരുന്നൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ചവനപ്രാശം വേണ്ടെന്ന് പറയുമോ? ഇല്ല, കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ എവിടെ മതം? ഞാനൊരു ദിവസം ഐ വാസ് എൻ MLA ഓഫ് വള്ളിക്കുന്ന്. 2 തവണ 3 തവണ ഞാൻ MLA ആയി ജയിച്ചിട്ടുണ്ട്. അതിൽ ഈ വള്ളിക്കുന്നിൽ MLA ആയിരുന്ന സമയത്ത് കോട്ടക്കൽ ആയുർവേദശാലയിൽ PK വാര്യർ മാനേജിങ് ട്രസ്റ്റി ആയിട്ടുള്ള ആയുർവേദശാലയിൽ ഒരു ഷാർജയിലൊരു വൈസ് പ്രസിഡൻറ്റ് വന്ന് ചികിത്സിക്കുന്നുണ്ട്. എല്ലാവരും വരാറുണ്ട് അവിടെ, ഷെയ്ഖുമാരൊക്കെ വരാറുണ്ട്, ഗൾഫ് രാഷ്ട്രങ്ങൾ. അപ്പോൾ ആ വൈസ് പ്രസിഡൻറ്റ് ചികിത്സിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്ന് അദ്ദേഹത്തിനൊന്ന് കേട്ടസി വിസിറ്റ് ഒന്ന് കാണാൻ വേണ്ടി, നമ്മളെ നാട്ടിലൊരു പ്രധാനപ്പെട്ട ആൾ വന്നതല്ലേ. അപ്പോൾ ഞാനങ്ങനെ ആ ഹോസ്പിറ്റലിൽ ചെന്ന് അയാളെ സെക്രട്ടറിയോട് പറഞ്ഞു, ഞാനിങ്ങനെ ഇന്ന ആളെ എനിക്കൊന്ന് കാണണമെന്ന്. അപ്പോൾ അദ്ദേഹം അകത്ത് പോയിട്ട് തിരിച്ചു വന്നില്ല. അദ്ദേഹം ചികിത്സയിലാണ്, തൈലമൊക്കെ തേച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 2 മണിക്കൂർ എടുക്കും. പിന്നെ കുളിച്ചിട്ടേ ആളുകൾ കാണുള്ളൂ. അപ്പോൾ സാറ് ബുദ്ധിമുട്ടാവുമല്ലോ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ എൻ്റെ കാർഡൊന്ന് കൊടുക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വരാൻ പറയാറ്. ചികിത്സപ്പോൾ ആരും കാണാത്തല്ലോ, നമ്മളൊക്കെ കാണുന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു കോണകം പോലെ ഒരു കുഞ്ഞു വസ്ത്രം എടുത്തിട്ട് ശരീരത്തിൽ മുഴുവൻ എണ്ണ തേച്ച് മലർന്ന് കിടക്കുകയാണ് അദ്ദേഹം. അപ്പോൾ 2 കയറ് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് ആ കയറിൽ പിടിച്ചിട്ട് കൃഷ്ണൻകുട്ടി വാര്യരും ശങ്കരവാര്യരും കൂടി നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് കയറി നിൽക്കുകയാണ് അവർ. കാലിൽ തൈലം കാലിലാക്കിയിട്ട് കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടി ഒഴിയാണ്. ഈ ഷാർജ ഷെയ്ഖിൻ്റെ നെഞ്ചത്ത് കയറാൻ കോട്ടക്കലെ വാര്യർമാർക്കല്ലാതെ ലോകത്താർക്കെങ്കിലും അവകാശമുണ്ടോ? ലോകത്താർക്കെങ്കിലും അവകാശമുണ്ടോ? അപ്പോൾ ഷെയ്ഖ് ഇസ്ലാമല്ലേ? ഷെയ്ഖ് ഇസ്ലാമല്ലേ അല്ലേ? ചെറിയ ഇസ്ലാമല്ല. ഞങ്ങളെപ്പോലെ ഒരു 100ാം ക്ലാസ് ഇസ്ലാമൊന്നുമല്ല, കുറച്ച് മുന്തിയ ഇസ്ലാമാണ്. എല്ലാ സൗകര്യങ്ങളുള്ള ആളാണ്. പക്ഷേ വെൻ ഈ നീഡഡ് എ ട്രീറ്റ്മെൻറ്റ് ഈ കെയിം ടു കോട്ടക്കൽ അല്ലെങ്കിൽ കോയമ്പത്തൂർ ആയുർവേദ ഫാർമസി ഇവരൊക്കെ വരുന്നില്ലേ. അപ്പോൾ ആ ചികിത്സ വേണ്ടെന്ന് വെക്കുന്നുണ്ടോ? മതം മാറിയതുകൊണ്ട്. മതം വ്യത്യസ്തം വേണം. ഞാനിപ്പോൾ ഇന്ന് നമ്മൾ ആഹാരം കഴിച്ചു. എന്താഹാരമാണ് കഴിച്ചത്? എല്ലാവരും എന്താഹാരമാണ് കഴിച്ചത്? ഹൈന്ദവ സഹോദരന്മാർ ഉണ്ടാക്കി കൃഷി ചെയ്തുണ്ടാക്കിയ ഉഴുന്നാണോ നിങ്ങൾ വട ഉണ്ടാക്കിയത്? അല്ലല്ലോ. മുസ്ലിം ഉണ്ടാക്കിയതാണോ? അല്ല. നമ്മളെല്ലാവരും കഴിച്ചത് ഒരേ ഉഴുന്ന് വട, ഒരേ ആഹാരം, ഒരേ ഭക്ഷണം, വസ്ത്രങ്ങളൊക്കെ. ഇത് നമ്മുടെ വീട്ടിൽ പരുത്തി എൻ്റെ ഭാര്യ കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് നൂലുണ്ടാക്കി അതിൽ നിന്ന് ബട്ടൺസിനൊക്കെ ഉള്ള ഫാക്ടറി, തയ്യൽ മെഷീനൊക്കെ ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ചതാണോ? അല്ലല്ലോ. ഒരു വസ്തു നമ്മൾ കഴിക്കുമ്പോൾ അതിലൊരു1000 പേരുടെ കൈകളുണ്ട് അതിൽ. യു വിൽ നോട്ട് ഗെറ്റ് എ പ്യുവർ ഹിന്ദു അല്ലെങ്കിൽ ഒരു മുസ്ലിം, ഒരു ക്രിസ്ത്യൻ ഡ്രസ് മെറ്റീരിയലോ മരുന്നോ ഒന്നും കിട്ടും. അലോപ്പതി അധികവും കണ്ടുപിടിച്ചിട്ടുള്ളത് ക്രൈസ്തവരാണ്, പിന്നെ ജൂതന്മാരൊക്കെയാണ്. ഹോമിയോപ്പതി സാമുവൽ ഹാനുമാൻ്റെ ആണ്.
അപ്പോൾ ഹാനിമാൻ്റെ ഹോമിയോപ്പതിയും കഴിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് മരുന്നും കഴിക്കുന്നു. വാരി വെട്ടി വിഴുങ്ങല്ലേ ഭാരതീയ സംസ്കാരം. ഒന്നായിട്ട് ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള മരുന്നും സാധനങ്ങളും നോക്കാതെ എല്ലാ ദിവസവും 5 ഗുളിക കഴിച്ചിട്ട് വന്നവരല്ലേ അധികം ഇവിടെ. ഇന്ന് രാവിലെ ഇനി വൈകിട്ട് ചെന്നിട്ടൊരു 4 വേറെ ഉണ്ടാവും ഇല്ലേ. ഇൻസുലിനൊക്കെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടാവും ഇപ്പോൾ ഉച്ചക്ക് കുത്തിവെക്കാൻ വേണ്ടി ചെല്ലും ഇല്ലേ. ഇതൊക്കെ എന്താണ് ഈ കുത്തിവെക്കണത്? അതിലൊക്കെ മതം നോക്കിയാൽ പ്രശ്നമില്ലേ. അപ്പോൾ ഭൗതിക ജീവിതത്തിൽ ദൈവം തുല്യരായിട്ടാണ് നമ്മൾ കാണുന്നത്. ആർക്കും നല്ല സുന്ദരിയായ ഭാര്യയെ കല്യാണം കഴിക്കാൻ കിട്ടും, ആർക്കും നല്ല മക്കളുണ്ടാവും, ആർക്കും നല്ല വീടുണ്ടാവും, ആർക്കും നല്ല ആഹാരം കിട്ടും. അതുപോലെ ആർക്കും രോഗം വരാം, ആർക്കും ക്യാൻസർ വരാം ഇല്ലേ. മഴ പെയ്യുമ്പോൾ SNDP യൂണിയൻ്റെ ഏരിയയിൽ ഒരു പ്രത്യേക മഴ അങ്ങനെ പെയ്യുമോ? ഇല്ലല്ലോ. കോട്ടയം ഭാഗത്തേക്ക് ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് വേണ്ട, ഇവിടെ പെയ്താൽ മതി എന്ന് പറഞ്ഞ് ആരും ചെയ്യുമോ? ഇല്ലല്ലോ. മലപ്പുറത്ത് സൂര്യൻ നല്ലൊരു പ്രകാശം, ഇവിടെയൊക്കെ ഇരുട്ടായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്നൊരു വെളിച്ചം, കാരണം മുസ്ലിങ്ങളൊക്കെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്, അങ്ങനെ കിട്ടുമോ? അപ്പോൾ ദൈവം നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും നല്ലവരുടെ മേലും ചീത്തവരുടെ മേലും മഴ വർഷിപ്പിക്കുകയും സൂര്യനെ അല്ലേ ഉദിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നീതി അതാണ്. ആ നീതിയാണ് ഗുരുക്കന്മാർ നമ്മളോട് പറഞ്ഞത്. രമണ മഹർഷി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലുണ്ടായിരുന്ന കുട്ടികളോട് ചോദിച്ചു, കുട്ടികളെ എപ്പോഴാണ് നേരം വെളുക്കുന്നത്? അപ്പോൾ ഒരു കുട്ടി എണീറ്റിട്ട് പറഞ്ഞു, സ്വാമി ഗുരു, കിഴക്കൻ ചക്രവാളത്തിൽ ചുവപ്പ് പടരുമ്പോൾ നേരം വെളുത്തു പറഞ്ഞു. ഗുരു പറഞ്ഞു, യു ആർ റോങ്, സിറ്റ് ഡൗൺ, ഇരിക്കുക, തെറ്റാണ്. അടുത്ത കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, പുറത്തോട്ട് നോക്കുമ്പോൾ ഗുരു, വൃക്ഷങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ തുടങ്ങിയാൽ നേരം വെളുത്തു പറഞ്ഞു. യു ആർ ആൾസോ റോങ്, സിറ്റ് ഡൗൺ, ഇരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, എന്നാൽ പിന്നെ ഗുരു തന്നെ പറ, ഞങ്ങൾ പറയണൊക്കെ തെറ്റാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, നിങ്ങൾ പുറത്തോട്ടിറങ്ങുമ്പോൾ ഒരു പുരുഷനെയാണ് കാണുന്നതെങ്കിൽ അവൻ നിങ്ങളുടെ സഹോദരനാണെന്നും ഒരു സ്ത്രീയെയാണ് കാണുന്നതെങ്കിൽ അത് നിങ്ങളുടെ സഹോദരിയാണെന്നും എപ്പോൾ ബോധ്യപ്പെടുന്നുവോ അപ്പോൾ നേരം വെളുത്തു പറഞ്ഞു. രമണ മഹർഷി പറഞ്ഞു, ആ കറക്റ്റല്ലേ? നമുക്ക് നേരം വെളുത്തോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നേരം വെളുത്തോ? നമ്മുടെ നേരം പുലരണം എന്നാണ് ഗുരു പറഞ്ഞത്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നേരം പുലർന്ന് കാണണം എന്നാണ് ഗുരു പറഞ്ഞത്. അപ്പോൾ നമ്മുടെ നേരം വെളുക്കണ്ടേ? നമുക്ക് വെളിച്ചത്തിൽ ഇതൊക്കെ കാണണ്ടേ? അപ്പോൾ എല്ലാ ഗുരുനാഥന്മാരും ഇങ്ങനെയാണ് പറഞ്ഞത്. ഒരു ഇംഗ്ലീഷുകാരൻ വന്നിട്ട് രമണ മഹർഷിയോട് ചോദിച്ചു, ഹൗ കാൻ ഐ ഡീൽ അതേഴ്സ് എന്ന് ചോദിച്ചു. ഒരു ബ്രിട്ടീഷുകാരനാണ്. അപ്പോൾ ഗുരു ഇങ്ങനെ മുഖത്തേക്ക് നോക്കി ഒന്നും പറഞ്ഞില്ല. ഹൗ കാൻ ഐ ഡീൽ അതേഴ്സ്, മറ്റുള്ളവരെ എനിക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ എന്താണ് എളുപ്പ വഴിയെന്ന് ഗുരുവിനോട് ചോദിച്ചാണ്. അപ്പോൾ അവന് മറ്റുള്ളവരായിട്ട് വല്ല കച്ചാർ പാർട്ടി ആയിരിക്കും ചിലപ്പോൾ. ഹൗ കാൻ ഐ ഡീൽ അതേഴ്സ്? ഗുരുവിൻ്റെ ആൻസർ എന്താ? നോ അതേഴ്സ് എന്ന് പറയും. മറ്റുള്ളവരില്ലല്ലോ, പിന്നെ കൈകാര്യം ചെയ്യേണ്ട പ്രശ്നമില്ലല്ലോ, എല്ലാം നമ്മൾ തന്നെയല്ലേ. തത്വമസിയല്ലേ, അത് നീയാകുന്നു. തത്വമസിയാണ് ഗുരു പറഞ്ഞത്. തത്വമസി എന്ന് പറഞ്ഞില്ല, അങ്ങനെ പറഞ്ഞാൽ പോരെ. നോ അതേഴ്സ് എന്ന് പറഞ്ഞു, മറ്റുള്ളവരില്ലെന്ന്. സിമ്പിൾ ആൻസർ. അയാൾ ചമ്മിപ്പോയി ബ്രിട്ടീഷുകാരൻ. ഗുരു ഏണസ്റ്റ കോർക്കിന് ദീക്ഷ കൊടുത്തപ്പോൾ എന്താ കൊടുത്ത്? കോട്ട്. ഏണസ്റ്റ കോർക്ക് എന്ന് പറഞ്ഞ ഗുരുവിൻ്റെ ഒരു ശിഷ്യൻ, വിദേശി, കുറേ കാലം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഗുരുവിൻ്റെ പുറകെ നടന്നിട്ട് എന്നും പറയും, ദീക്ഷ തരണം, ദീക്ഷ തരണം. അതിൻ്റെ ഒരു സമയമായപ്പോൾ പിന്നെ അവസാനം ദീക്ഷ കൊടുത്തു. ദീക്ഷ കൊടുത്തത് ഞാൻ വായിച്ചത് ശരിയാണെങ്കിൽ ശ്രീലങ്കക്ക് ഗുരു പോകുമ്പോൾ കപ്പലിൽ വെച്ചിട്ടാണ് കൊടുത്തതെന്താ പറയുക, നല്ലൊരു കോട്ടും ട്രൗസറും ടൈയും. അപ്പോൾ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടാകും, അങ്ങനെ ദീക്ഷ കൊടുക്കും. ഒരു കാവി വസ്ത്രമല്ലേ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വെള്ള വസ്ത്രം. ഗുരു എപ്പോഴും വെള്ളയായിരുന്നു. ഗുരു കാവി ധരിച്ചിട്ടുണ്ട് ശ്രീലങ്കക്ക് പോകുമ്പോൾ കേട്ടോ. അപ്പോൾ കാവ്യല്ലേ കൊടുക്കുകയെന്ന് വെച്ചാൽ അതല്ല, ഇയാൾക്ക് കൊടുത്തത് അതാണ് അല്ലേ. മിശ്ര വിവാഹം തന്നെ ഗുരു സാധാരണ മിശ്രമല്ല, കുറച്ച് കഠിനമായ മിശ്രം അല്ലേ നടത്തി കൊടുത്തിട്ടില്ലേ. ക്രിസ്ത്യൻ ഹിന്ദു അങ്ങനെ എന്തോ ഒരു കല്യാണമൊക്കെ നടത്തി കൊടുത്തില്ലേ? ഉണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്, ഒരു കല്യാണം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഗുരു നടത്തി കൊടുത്തില്ലേ? ഗുരു പിന്നെ നമ്മുടെ ശാരദ പീഠത്തിന് തറക്കല്ലിടുന്ന ദിവസം കുമാരനാശാൻ വന്നിട്ട് വാസ്തു നോക്കിയത് അറിയില്ല എനിക്ക്. കുമാരനാശാന് കുമാരു എന്നാണ്
ഗുരുവിൻ്റെ അടുത്ത ശിഷ്യനല്ലേ. അപ്പോൾ കുമാരനാശാൻ അവിടെ ഈ ശാരദാ മന്ദിരമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് തറക്കല്ലിടാൻ വേണ്ടിയിട്ടൊരു സ്ഥലമൊക്കെ കുറ്റിയടിച്ച് അതിന് കയറൊക്കെ പിടിച്ച്, അപ്പോൾ കുമാരനാശാനെ അതൊരു പണിക്കരി കൊണ്ടുവന്നിരുന്നതാണ്. അപ്പോൾ വാസ്തുവൊക്കെ അറിയുന്ന ഒരാൾ വാസ്തു വിദഗ്ധനെയും കൊണ്ടുവന്ന് കുമാരനാശാനും വരെ കൂടി കയറൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കണം. അപ്പോൾ ചുറ്റളവ് എടുക്കൂലേ, നമ്മൾ എടുക്കാറുണ്ടാവില്ലേ, തലക്ക് ഇങ്ങനെ ആട്ടുണ്ടല്ലോ എടുക്കലിൻ്റെ നേരം. ചുറ്റളവ് എടുക്കുമ്പോൾ ഈ കരണം പുലി ഒക്കെ കിട്ടണല്ലോ. ഇത്ര അളവ് കൂടിക്കഴിഞ്ഞാൽ മരണം ഫലമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ആയുസൊക്കെ ആയിട്ട് നിൽക്കാൻ അങ്ങനെ ഈ അളവൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഗുരുവാണ് ഇറങ്ങി വന്നു പറഞ്ഞു. ഗുരു അവിടെ വന്നിട്ട് ചെറിയൊരു കുഞ്ഞു പാറപ്പുറത്ത് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു. അപ്പം മരൊക്കെ കാട്ടു നോക്കിയിട്ട് കാലൊക്കെ കയറ്റി വെച്ച് ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ അവർ നിർത്തി പരിപാടി. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാലോ ചോദിച്ചു. ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഗുരു. ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ നിന്ന് പറഞ്ഞു. കയറുണ്ട്, കുറ്റിയുണ്ട്, എല്ലാം ഉണ്ട്, കുമാരനാശാനും ഉണ്ട്. എന്തേ ചോദിച്ചു. എങ്ങനെയായാലും കള്ളി ശരിയാവണില്ല പറഞ്ഞു. ചുറ്റളവിൽ ഈ കള്ളി അങ്ങനെയാണ് പറയുക, കയറ് പിടിച്ചിട്ട് ശരിയാവണില്ല പറഞ്ഞു. കള്ളി ശരിയാവണില്ല പറഞ്ഞു പണിക്കരെ. അപ്പോൾ ഗുരു പറഞ്ഞു, അതിനാണ് നിക്കക്കള്ളി എന്ന് പറയുന്നത് പറഞ്ഞു. ഗുരുവിൻ്റെ നർമ്മബോധം നോക്കിയാണ്, അതിനാണ് നിക്കക്കള്ളി എന്ന് പറയണത്. ആട്ടെ ഒരു കാര്യം ചെയ്യേ, ഞാൻ ഇരിക്കുന്നിടത്തുനിന്ന് ആണ് പിടിച്ചോർന്നു. ഗുരു ഇരിക്കുന്ന സ്ഥലത്തൊരു കുറ്റി അടിച്ചിട്ട് കയറാൻ പിടിച്ചപ്പോൾ കറക്റ്റായി. അപ്പോൾ ആ സമയമാകുമ്പോൾ ഗുരുവോടെ വന്നിരുന്നത് ഈ കള്ളി ശരിയാക്കാനാണ്. മനസ്സിലായി ആ സംഭവത്തിൽ ഇല്ലേ. സി കേശവൻ്റെ ഒക്കെ അറിയില്ലേ നിങ്ങൾക്ക്? കേശവൻ അവിടെ പിന്നെ ആലുവ ആശ്രമം തുടങ്ങിയ സമയത്ത് അവിടെ നെയ്ത്തിൻ്റെ ഒക്കെ ചുമതല ഉണ്ടായിരുന്നു അത്ര കേശവന്. അതിന് ചെറിയ എന്തെങ്കിലും ഒരു സാലറി അല്ല, ഒരു വട്ടച്ചെലവിന് എന്തെങ്കിലുമൊക്കെ കിട്ടും അവിടുന്ന്, ആശ്രമമല്ലേ. അപ്പോൾ ആശ്രമത്തിൽ ഫുൾ വെജിറ്റേറിയനാണ് ഫുഡൊക്കെ. കേശവന് ചെറിയ പ്രശ്നമുണ്ട്, ഒന്നുകിൽ മീൻ വേണം അല്ലെങ്കിൽ ഇറച്ചി വേണം, അല്ലാതെ ഉണ്ണാൻ പറ്റില്ല. അദ്ദേഹം ഉണ്ണാൻ പോവും ഉച്ചയ്ക്ക്. ഇവിടുന്ന് സ്കൾക്ക് ചെയ്തിട്ട് ആരെയും കാണാതെ പോയിട്ട് ഹോട്ടലിൽ നിന്ന് ഉണ്ടിട്ട് ഒക്കെ തുടച്ച് വൃത്തിയാക്കി സുഖിച്ച് സുന്ദരനായിട്ടും മടങ്ങി വരുന്നതാണ്. മീൻ കഴിച്ചതൊന്നും വാസനിക്കാതെ നോക്കിയിട്ട്. ഒരു മാസം കഴിഞ്ഞപ്പോൾ കേശവൻ അവിടെ ഹോട്ടലിൽ പോയിട്ട് ഇങ്ങനെ കീശയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഹോട്ടലുകാരനോട് പറഞ്ഞു, എൻ്റെ ഈ മാസത്തെ ബില്ലെത്ര ചോദിച്ചു, ഈ ഉച്ചക്കുണ്ടതിൻ്റെ. അപ്പോൾ ഹോട്ടലുകാരൻ ചോദിച്ചു, ഏത് ബില്ല് ചോദിച്ചു. ഉച്ച ഊണിൻ്റെ പറഞ്ഞു. അയ്യോ അത് ഗുരു തന്നല്ലോ പറഞ്ഞു. അപ്പോൾ ഗുരു എല്ലാവരും ഇൻക്ലൂസീവാണ്, ഉൾക്കൊള്ളുകയാണ്. ഈ സൂത്രം ഗുരു മനസ്സിലാക്കിയിട്ട് ആ പണം അടച്ചിരുന്നു അവിടെ. ഈ ചങ്ങാതി ഉണ്ടോട്ടെ, മത്സ്യമാംസം കഴിച്ചോട്ടെ എന്ന് ഗുരു തീരുമാനിക്കുകയാണ്. ഗുരു ഇൻക്ലൂസീവാണ്, നമ്മളൊക്കെ ഉൾക്കൊള്ളുകയാണ്. നമുക്കൊരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റും ഗുരു സ്വയം ആവാഹിച്ചെടുക്കുകയാണ്. അതോടുകൂടി നമ്മൾ ശരിയാവും. പിന്നെ ചിലപ്പോൾ കേശവൻ അവിടെ പോവില്ല. ഇത് ഗുരു കൊടുത്ത ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇത് നിർത്തുമുമ്പില്ലേ. അതല്ലേ സഹോദരൻ അയ്യപ്പൻ്റെ കാര്യത്തിലുണ്ടായത്. ഗുരു അയ്യപ്പൻ അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ, എന്നാലും അവൻ്റെ പ്രവൃത്തിയിൽ ദൈവം ഉണ്ടെന്നല്ലേ പറഞ്ഞേ. അപ്പോൾ ദൈവം എവിടെയാണെന്ന് മനസ്സിലായോ? പ്രവൃത്തിയിലാണെന്ന്, സത്കർമ്മങ്ങളിലാണ്, നിങ്ങളുടെ പ്രസംഗത്തിലല്ലാന്ന് അല്ലേ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞപ്പോൾ ജാതിയില്ല മതമില്ല എന്ന് പറഞ്ഞ ആളല്ലേ അയ്യപ്പൻ. അതിൽ പരാതി പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞതല്ലേ, അയ്യപ്പൻ അങ്ങനെയൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല, അവൻ്റെ പ്രവൃത്തിയിൽ ദൈവമുണ്ടെന്ന്. ഒന്നും മിണ്ടിയില്ലല്ലോ. മഹാത്മാഗാന്ധിയോട് ഗുരു പറഞ്ഞത് കേൾക്കണം. മഹാത്മാഗാന്ധി വൈക്കത്ത് വന്ന് ഗുരുവിനെ കാണുന്ന സമയത്ത് സത്യാഗ്രഹത്തിൻ്റെ കാലം തോന്നുന്നുണ്ട്. മഹാത്മാഗാന്ധി ഗുരുവിനെ കുറിച്ച് കേട്ട് ഭയങ്കര ഗുരുവിനെ കാണുന്ന വലിയൊരു സംഭവമായിട്ട് ഗാന്ധിജി ഗുരുവിനെ കാണുകയാണ്. അപ്പോൾ ഗുരുവിനെ കണ്ട് സംസാരിച്ചപ്പോൾ ഗാന്ധിജി ചോദിച്ചു, ഈ ഹൈന്ദവ ധർമ്മം അനുസരിച്ച് മോക്ഷം കിട്ടുന്നതിനെ പറ്റി എന്താണ് ഗുരുവിൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചു. ഗുരു പറഞ്ഞു, മോക്ഷമാർഗങ്ങൾ എല്ലാ മതങ്ങളിലും ഉണ്ടല്ലോ. അപ്പോൾ ഗാന്ധിജിക്ക് തൃപ്തിയായില്ല. ഗാന്ധിജി ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി, ഞാൻ ചോദിച്ചത് ഹിന്ദു മതത്തിലെ മോക്ഷത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, അത് ശരിയാണ്, അങ്ങനെയാണെങ്കിൽ ഇപ്പം അങ്ങേക്ക് പല ജന്മം നീ ജനിക്കേണ്ടി വരുന്നു മോക്ഷം കിട്ടണമെങ്കിൽ. ഗാന്ധിജിക്ക് പല ജന്മങ്ങൾ ജനിച്ചെങ്കിൽ അങ്ങേക്ക് മോക്ഷം കിട്ടുള്ളൂ. ഇതാണ് ശരിയെങ്കിൽ.
അപ്പോൾ ഗുരു ഇൻക്ലൂസീവാണ്. വാഗ്ബടാനന്ദനായിട്ട് എന്തോ ഒരു ഡിസ്കഷൻ നടന്നപ്പോൾ അവരൊക്കെ ഗുരുവിനോട് പറഞ്ഞു, ഈ അങ്ങയുടെ ഈ അഭിപ്രായങ്ങളോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പില്ലായിരുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്നൊക്കെ പറഞ്ഞാൽ എനിക്കതിനോടൊന്നും യാതൊരു യോജിപ്പില്ലായിരുന്നു. അപ്പോൾ ഗുരു പറഞ്ഞു, എനിക്ക് അങ്ങയോട് യോജിപ്പാണ്. ആരോട്? ഈ പറഞ്ഞ ആളോട്. പിന്നെ അങ്ങേര് വല്ലതും പറയോ? അതാണ് അപ്രോച്ച്, അല്ലാതെ തർക്കിക്കാൻ പോകല്ല. സഹോദരനയ്യപ്പൻ ചോദിച്ചില്ല, ഞാനൊരു കല്യാണം കഴിക്കാൻ വിചാരിക്കേണ്ടതായിരുന്നു, കഴിച്ചോളാൻ പറഞ്ഞു ഗുരു. ഗുരുവിനറിയാം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഒന്നും കാര്യമില്ല എന്നുള്ളത് ഗുരുവിനറിയാം. അതുകൊണ്ട് ഗുരു കഴിച്ചോളാൻ പറഞ്ഞു. ഗുരു തർക്കിക്കാൻ പോവില്ല, ഇൻക്ലൂസീവാണ്. നമ്മളാണെങ്കിൽ നമ്മളാണ് ശരി, നമ്മളാണ് ശരി എന്നുള്ളതാണ്. ഞാൻ 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 എന്നാണ്. എന്താണ് സ്പിരിച്വൽ സയൻസ്, എന്താണ് സ്പിരിച്വാലിറ്റി പറഞ്ഞാൽ ഞാൻ ആരാണെന്ന് അറിയലാണ്, സ്വയം മനസ്സിലാക്കലാണ് ആത്മീയത. സ്പിരിച്വൽ, ഹൂ ആം ഐ, മേം കോൻ ഹും, ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തലാണ് ആത്മീയത. ഈ കാണുന്ന ഒന്നുമല്ല, ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ സംഗതി ഒരുപോലെയാണ്. ചെടികൾ മുളക്കുന്നു, വളരുന്നു, പൂക്കുന്നു, കായ്ക്കുന്നു, നശിക്കുന്നു. മഴ പെയ്യുന്ന എങ്ങനെ? മഴ പെയ്യുന്ന ഗിരിശൃംഗങ്ങളിൽ, മേഘമാളികളിൽ നിന്ന് മഴ വർഷിച്ച് കുത്തി ഒലിച്ച് പുഴയായി കടലിൽ ചെന്ന് ചേർന്ന് തീർന്നു. അവസാനിക്കണില്ല, വീണ്ടും അവിടുന്ന് ആവിയായി മേലോട്ട് പോയി ഇതേ മലയുടെ മുകളിൽ വീണ്ടും പെയ്യാണ്. റിപ്പീറ്റിംഗ് ദ സെയിം സൈക്കിൾസ്. അതുതന്നെയാണ് മനുഷ്യനും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും പിടിച്ചു നിർത്താൻ പറ്റില്ല. പല ലേപനങ്ങളും തങ്കഭസ്മാദിയൊക്കെ കഴിച്ചിട്ട്, തങ്കഭസ്മം കഴിച്ചാൽ നിറം കിട്ടും, മറ്റേ മുഖം വെളുപ്പിക്കാൻ എത്ര പെൺകുട്ടികളെ മുഖം കേടുവന്നിട്ടുള്ളവർ. ഈ സ്ഥാപനങ്ങൾ വന്നിട്ടേ, ഈ ബാർബർ ഷോപ്പൊക്കെ പേര് മാറ്റിയല്ലോ, ഒക്കെ ബ്യൂട്ടി പാർലറായല്ലോ, എല്ലാം പേര് മാറ്റി. അവിടെയൊക്കെ തന്നെ ഈ പെൺകുട്ടികളെ, പാവം പെൺകുട്ടികളെ തെറ്റിദ്ധാരണ ഉണ്ടല്ലോ, അവിടെ മുഖക്കുരു അതൊക്കെ തേച്ച് എനിക്ക് എല്ലാത്തിൻ്റെ മുഖവും കേടായി, കംപ്ലീറ്റ്. കേടായാൽ പിന്നെ മരുന്ന് കൊടുക്കുന്ന സ്ഥലം വേറെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കച്ചവടം ഇങ്ങനെ മുടങ്ങാതെ നടക്കുകയാണ്. എന്താ നമ്മുടെ ലൈഫ്? വൈ വി ആർ നോട്ട് തിങ്കിങ് അബൌട്ട് ദ നാച്ചുറൽ നടക്കുന്നത് പോലെ തന്നെ. ഇപ്പം നമ്മൾ ചിലർ പറയും ഞാനൊരു യുവാവാണെന്ന്. ഡോണ്ട് സേ ലൈക്ക് ദാറ്റ്. യുവാവാണ് എന്ന് പറയാൻ പറ്റില്ല, അല്ലാതായിക്കൊണ്ടിരിക്കുകയാണല്ലോ, വളർന്നുകൊണ്ടേയിരിക്കല്ലേ. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ വാസ്തവത്തിൽ എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാം ചലനാത്മകമാണ്, എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. എന്നാൽ ഏത് സംഭവം നിങ്ങൾ വിചാരിക്കുന്ന, ഇപ്പോൾ നമ്മളിവിടെ SP ഹാളിൽ രാവിലെ മുതൽ ഇരിപ്പാണെന്നല്ലേ? നോ, നിങ്ങളിവിടെ ഇരിക്കില്ല. ഒരു മണിക്കൂറിൽ 1,00,000 കിലോമീറ്റർ വേഗതയിൽ ഈ SP ഹാളും നിങ്ങളും ഞാനും സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, തിരിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഭൂമി, നമ്മളെയും കൊണ്ട് പറക്കല്ലേ. ഫാസ്റ്റ് ആൻഡ് ദ ബെൽറ്റ് എന്നുള്ള അറിയിപ്പ് വരുന്നില്ല, ഒന്നും ഫാസ്റ്റ് ആൻഡ് ചെയ്യണ്ട, നമ്മൾ അറിയണേയില്ല, 1,00,000 കിലോമീറ്റർ വേഗതയിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ വന്ന സുനിൽകുമാർ ഇപ്പുണ്ടോ? രാവിലെ വന്ന ബാബുരാജുണ്ടോ? ഇല്ല. അവരുടെ ശരീരത്തിലെ കോശങ്ങളൊക്കെ മരിച്ച് വേറെ കോശങ്ങൾ ജനിച്ചു, ആൾ മാറി. അപ്പോൾ ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആറ്റം തന്നെയാണ് ആത്മാ. ആറ്റം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആറ്റത്തിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുക, ഗാലക്സികൾ ചലിച്ചുകൊണ്ടിരിക്കുക, പ്രപഞ്ചം ചലിച്ചുകൊണ്ടിരിക്കുക. ആകെ ചലനാത്മകമാണ്, ചലനം തന്നെയാണ് പദാർത്ഥം. പക്ഷേ ഏത് ചലിക്കണമെങ്കിലും ചലിക്കാതെ നിൽക്കുന്ന ഒരു കേന്ദ്രം വേണം. ഫാൻ ഇങ്ങനെ കറങ്ങല്ലേ, അതിൻ്റെ മധ്യത്തിൽ കറങ്ങാത്തൊന്നില്ലേ? ഉണ്ട്. ഈ സ്റ്റെപ്പ് ഞാൻ കയറി വന്നപ്പോൾ ഞാൻ ചലിക്കുകയായിരുന്നു. കാരണം എന്താ? സ്റ്റെപ്പ് നിശ്ചലമായതുകൊണ്ട്. എസ്കലേറ്റർ ആണെങ്കിൽ ഞാൻ നിശ്ചലനാവും, സ്റ്റെപ്പ് ചലിക്കും. അപ്പോൾ എന്ത് ചലിക്കുമ്പോഴും ചലിക്കാത്തൊന്നുണ്ട്. ദർ ലൈസ് ദ പോയിന്റ്, ദർ ഈസ് ഗോഡ്. അതാണ് ഈ ബ്രഹ്മം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പരമാത്മ എന്ന് പറയുന്നത് അതാണ്. നയനം ചിന്നന്തി ശസ്ത്രാണി നയനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യപ്പോ ന ശോഷയതി മാരുത. ഞാൻ അനശ്വരനായ ആത്മാവാണ്. കത്തി കൊണ്ട് മുറിക്കാനാകില്ല, വെള്ളം കൊണ്ട് നനക്കാനാവില്ല, കാറ്റ് കൊണ്ട് ഉണക്കാനാവില്ല, അഗ്നി കൊണ്ട് കരിക്കാനാവില്ല. ബിക്കോസ് ഐ ആം എൻ എറ്റേണൽ സൗൾ. ഞാൻ അനശ്വരനായിട്ടുള്ളൊരു ആത്മാവാണ്. അപ്പോൾ നമ്മളൊക്കെ ആരാ?
ആത്മാക്കളാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരിൽ പേരുള്ള ആരുമില്ല, ആത്മാവല്ലാതെ. ഹിന്ദുവില്ല, മുസ്ലിമില്ല, ക്രിസ്ത്യനില്ല. ഗുരു ആ തിരിച്ചറിവുള്ള ജ്ഞാനിയാണ്. അതുകൊണ്ട് ഗുരുവിന് കാണുന്നതെല്ലാം ഒന്നാണ്, നമ്മളെല്ലാം ഒന്നാണ്. ആണില്ല, പെണ്ണില്ല, ഹിന്ദുവില്ല, മുസ്ലിമില്ല. ഈ മഹാപ്രപഞ്ചം ഒന്നിച്ചു നിൽക്കുകയാണ്. മഹാപ്രപഞ്ചം ഒന്നിച്ചു നിൽക്കുകയാണ്. ഒറ്റ ഒന്നാണ്, ഏകമാണ്. ഇപ്പോൾ ഈ ശാസ്ത്രീയമായ, ഇവിടെ ഒരുപാട് ശാസ്ത്രീയമായ അറിവുള്ളവരും പണ്ഡിതന്മാരുമായിട്ടുള്ള ആളുകളുണ്ട്, എനിക്കറിയാം. സ്ത്രീകളിൽ കൂട്ടത്തിലുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, നല്ല അറിവുള്ളവരുണ്ട്. ശാസ്ത്രം പറയുന്നത് 1350 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബിഗ് ബാങ്, മഹാവിസ്ഫോടനം നടന്നു, അങ്ങനെ പ്രപഞ്ചം ഉണ്ടായി എന്നാണ്. ഏതാണ്ട് 450 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ഉണ്ടായി എന്നാണ് ശാസ്ത്രം പറയുന്ന നിഗമനമാണ്. 70,000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ ജനങ്ങളെത്തി. 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യൻ ജനിച്ചത് എന്ന് ശാസ്ത്രം പറയണം. നമ്മൾ ജനിച്ചതെല്ലാം ആഫ്രിക്കയിലാണ്. എരിത്രിയ, ജിബൂട്ടി എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് സാഗ്രോസ് മലയിൽ ഒരു ഗുഹയിൽ നിന്ന് 3 ലക്ഷം വർഷം പഴക്കമുള്ളൊരു ഫോസിൽ കിട്ടിയിട്ടുണ്ട്. ആ ഫോസിൽ ഗവേഷണം നടത്തിയപ്പോൾ 3 ലക്ഷം കൊല്ലം മുമ്പ് മനുഷ്യരുണ്ടായിരുന്നു. പ്രപഞ്ചം ഉണ്ടായത് 1350 കോടി വർഷങ്ങൾക്ക് മുമ്പാണ്. ഭൂമി ഉണ്ടായത് 450 കോടി വർഷങ്ങൾക്ക് മുമ്പാണ്. ചുട്ട് പഴുത്ത് ഉറച്ച് ഇന്നത്തെ സ്ഥിതി ആയത് എങ്ങനെയാണ്? അതായിട്ട് റെപ്യൂട്ടേഷൻ ഉണ്ട്, അതെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ പറയുന്ന ശാസ്ത്രജ്ഞന്മാരോട് വിശ്വാസികളായ ആളുകൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അതിനു മുമ്പ് എന്തായിരുന്നു? ഒരു ചോദ്യമുള്ളൂ. അതിനു മുമ്പ് എന്തായിരുന്നു 1350 കോടി? അതിനു മുമ്പ് നിങ്ങൾ ചോദ്യം പോലും ഇറലവൻ്റാണ്. കാരണം മുമ്പില്ല, സ്പേസും ടൈമും ഒക്കെ ഒപ്പം ഉണ്ടായത്. അതിന് മുമ്പ് സമയമില്ല, അതുകൊണ്ട് മുമ്പില്ല പിമ്പുമില്ല. മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും, സാരില്ല, അത്ര മനസ്സിലാക്കിയാൽ മതി, അതിൻ്റെ അപ്പുറത്തേക്ക് പോകണ്ട. ഗുരുവിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ ഈ അതിന് മുമ്പ് എന്താണെന്നുള്ള ചോദ്യത്തിന് ശാസ്ത്രത്തിനൊരു ഉത്തരമുണ്ട്. അവർ പറയുന്നത് ഒരു സിംഗുലാരിറ്റി ഉണ്ടായിരുന്നു എന്നാണ്. മടുത്തോ? വിഷമയോ? എന്തോ കൊണ്ടുപോകണേലൊക്കെ നല്ല ശ്രദ്ധിക്കുന്ന ആൾക്കാർ. വിശപ്പിൻ്റെ വിളിയുണ്ട് തോന്നുന്നു അല്ലേ? അപ്പോൾ ഞാൻ വേഗം നിർത്താൻ, കുഴപ്പമില്ല. ഗുഡ്. അപ്പോൾ ഈ സിംഗുലാരിറ്റി ഉണ്ടായിരുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. സിംഗുലാരിറ്റി പറഞ്ഞാൽ എന്താ അറിയോ? സയൻസാണ്. ഈ മഹാപ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പിണ്ഡവും എനർജിയും ഒന്നു ചേർന്നൊരു സിംഗിൾ പരമാണുവായി നിലനിന്ന കാലത്തിനാണ് സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. അപ്പോഴും പറയേണ്ടത് സിംഗിളാണ്, ഏകമാണ്. അതിൽ നിന്ന് വികാസം പ്രാപിച്ചാണ് നമ്മളൊക്കെ ഉണ്ടായത്. നിങ്ങളും ഞാനും ഒരുപാട് കാലമൊന്നും ഉണ്ടാവില്ല. തമ്മിൽ കാണാൻ അവസരം ഉണ്ടാകുന്ന വളരെ സന്തോഷം. പരസ്പരം ഇഷ്ടപ്പെടുക, പരസ്പരം സ്നേഹിക്കുക, സഹായിക്കുക, അല്ലേ? നമ്മളൊരാളെ ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും ഇപ്പം എങ്ങനെയാണ്? അവരും നമ്മളായിട്ട്, അവരെ കൊണ്ട് നമുക്ക് വല്ല പ്രയോജനം ഉണ്ടെങ്കിലും സ്നേഹിക്കും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ അവരെ ഇഷ്ടവും നമ്മളിഷ്ടം ഒന്നാണെങ്കിൽ സ്നേഹിക്കും. വീട്ടിനകത്തും പുറത്തും അങ്ങനെ തന്നെ. സംഗതി പറയണ്ട, വെച്ചാൽ മതി. എല്ലാ വീടുകളിലും, അല്ലേ, നമ്മളെ മക്കളെ പോലും നമ്മൾ സ്നേഹിക്കുന്നത്, മക്കൾ നമ്മളെ സ്നേഹിക്കുന്നത്, അല്ലേ, എപ്പോഴാണ്? അപ്പോൾ ആ സ്വാർത്ഥ ബന്ധങ്ങളായിട്ട് നമ്മൾ നിൽക്കുകയാണ്. നമ്മൾ ഇതുവരെ വികാസം പ്രാപിച്ചില്ല, ആത്മാവിൽ എത്തിച്ചേർന്നില്ല. ഇവ പ്രാർത്ഥനയെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. എനിക്ക് തോന്നിയത് ഞാൻ പറയാം. നമ്മൾ പ്രാർത്ഥന നല്ലതാണ്, ആവശ്യമാണ്, ഒരു എനർജറ്റിക് ആവും. പക്ഷേ പ്രാർത്ഥനയുള്ള ഒരു പ്രശ്നം എന്താ അറിയോ? നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നുള്ള പ്രശ്നം. നമ്മളെ പ്രാർത്ഥന എന്താ? എൻ്റെ മക്കളൊക്കെ പരീക്ഷയിൽ നീ പാസ്സാക്കി തരണേ, ഈ കോച്ചിങ് ടെസ്റ്റിൽ എങ്ങനെയെങ്കിലും ഈ കോച്ചിങ് ക്ലാസ് ജയിച്ചിട്ട് അവനിപ്പോൾ വന്നാൽ MBBS ശേഷം ചേരാൻ പറ്റും, റെപ്യൂട്ടേഷൻ ഒഴിവാക്കി തരണം ദൈവമേ, അതാക്കണം ഇതാക്കണം, എൻ്റെ സാമ്പത്തികമായ നഷ്ടമൊക്കെ തീർത്ത് തരണം, അടിയന്തരമായിട്ട് വീടുണ്ടാക്കി തരണം ദൈവം, അടുത്ത വീട്ടുകാരെന്നെ വല്ലാതെ ഉപദ്രവിക്കുകയാണ്, അവൻ്റെ തലയിൽ. ഇതെല്ലാം നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഒക്കെ ഓരോ ആവശ്യങ്ങളാണ് ദൈവത്തിനോട്. എനിക്കത് ചെയ്തു തരണം, ഇത് ചെയ്തു തരണം. ദൈവത്തിനൊരു ഓർഡറുണ്ട്. ദൈവം ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഭൂമിയും ഈ മനുഷ്യരും ഈ പ്രപഞ്ചമൊക്കെ. ഒരു തകരാറില്ല.
നല്ലവനുണ്ടാവും, ചീത്തവനുണ്ടാവും, രോഗിയുണ്ടാവും, ആരോഗ്യമുള്ളവരുണ്ടാവും, നേരത്തെ മരിക്കുന്നവരുണ്ടാവും, വൈകി മരിക്കുന്നവരുണ്ടാവും. ഈ പ്രപഞ്ചത്തിലെ എല്ലാ സംഭവങ്ങളും ഒരു സിസ്റ്റം അനുസരിച്ചാണ് ചലിക്കുന്നത്. നിങ്ങൾ പറയണമൊക്കെ ദൈവം ശരിയാക്കാൻ നിന്നാൽ ആ സിസ്റ്റം പൊളിയും. ദൈവം തീരുമാനിച്ചെന്ന് മാറ്റാനാണ് നിങ്ങൾ പറയണത്. ഈ ഏർപ്പാട് വേണ്ട, ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഏർപ്പാടില്ല, ധ്യാനം വരുമ്പോൾ നമ്മൾ ഈ ആവശ്യം ഉന്നയിക്കില്ല. നമ്മളെന്താ ചെയ്യുക? ആ ദൈവത്തിനെ തന്നെ സ്വാംശീകരിക്കണം നമ്മൾ. അല്ലേ? ആ ദൈവത്തിനെ നമ്മളങ്ങോട്ട് സ്വാംശീകരിക്കുകയാണ്. ഒരേ പോയിന്റിലിരുന്ന് ധ്യാനിച്ച് അപ്പോൾ ആ ധ്യാനം നമ്മൾ ദൈവത്തിനോട് തന്നെ, നമ്മളും ദൈവം അലിഞ്ഞു ചേരലാണ്. സെക്കൻഡുകളായിരിക്കും, മിനിറ്റുകളായിരിക്കും. അവിടെ ഒരാവശ്യങ്ങൾ പറയണ്ട. ആ അലിഞ്ഞു ചേരൽ പൂർത്തിയായാൽ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നടക്കും. ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ഡു, നടക്കും. അപ്പോൾ അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന വളരെ ചീപ്പായിട്ടുള്ള പ്രാർത്ഥന. ദൈവം പോലും ഇത്ര മോശക്കാരാണ് നമ്മൾ വിചാരിച്ചിട്ടില്ല. ഇവൻ ചോദിക്കുന്നൊരു കാര്യം ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കി തന്നിട്ട് ഈ സാധനമൊക്കെ ഇവർക്ക് കൊടുത്തിട്ട് ഇവരിപ്പോഴും ചോദിക്കുന്നത് പൊട്ട ചോദ്യങ്ങളാണ്, അല്ലേ? അപ്പോൾ ആ ചോദ്യങ്ങൾ ചോദിക്കൽ മാത്രമല്ല പ്രാർത്ഥന. നിങ്ങൾക്ക് ദൈവത്തിനെ സ്തുതിക്കാം, നന്നായിട്ട് സ്തുതിക്കാം. ദൈവം എല്ലാം കാണുന്നവനാണ്, ദൈവം എല്ലാം കേൾക്കുന്നവനാണ്, ദൈവം എല്ലാം അറിയുന്നവനാണ്. ദൈവമേ, നീ മാത്രമേ ഉള്ളൂ എനിക്ക്, എന്നെ പൂർണ്ണമായി ഞാൻ നിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നു. ഈ വാക്ക് പറയല്ല, ഇത് ചെയ്താൽ മതി, ഇത് അനുഭവിച്ചാൽ മതി. ഞാൻ എന്നെ പൂർണ്ണമായും നിനക്ക് സറണ്ടർ ചെയ്തിരിക്കുകയാണ്. നീ ഇഷ്ടമുള്ളത് ചെയ്യുന്നു, നീ ഇഷ്ടമുള്ളത് ചെയ്യുക. നല്ലതാണെങ്കിൽ നല്ലത്, ചീത്ത രണ്ടും എനിക്ക് സ്വീകാര്യമാണ്, അല്ലേ? തുല്യനിന്ദാ സ്തുതിർമൗനി സന്തുഷ്ടോ ഏന കേന ചിത്ത് എന്നാണ് കൃഷ്ണൻ പറഞ്ഞത്. മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് ഗാന്ധാരി വിലാപം, താനും തൻ്റെ യൂതകുലമൊക്കെ നശിച്ചു പോകട്ടെ, ദ്വാരക കടലെടുത്ത് പോകട്ടെ, ഈ മക്കളെ മുഴുവൻ കൊന്ന് കൊല വിളിച്ചൊരു യുദ്ധം നീ എന്ത് നേടി കൃഷ്ണ എന്ന് പറഞ്ഞ കൃഷ്ണനെ വേണ്ട രീതിയിൽ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞത്, അമ്മ ചാരിത്രവതിയാണ്, അമ്മ പറഞ്ഞാൽ നടക്കും, അമ്മ പറഞ്ഞതേ നടന്നിട്ടുള്ളൂ, അമ്മ പറഞ്ഞ് നടക്കും എന്നാണ് സന്തോഷത്തോടു കൂടി. തർക്കിക്കാൻ പോയില്ല. പോയോ? ഗുരു അങ്ങനെ തന്നെയല്ലേ, സന്തോഷത്തോടു കൂടി അതിനാണ് സ്വീകരിക്കല്ലേ ചെയ്തത്. ചെറിയ ചെറിയ അനുഭവങ്ങളെന്നൊക്കെ നമ്മൾ കണ്ടില്ലേ. അപ്പോൾ കൃഷ്ണൻ അതേമാതിരി ഇപ്പോൾ അർജുനനെ ഈ ഉപദേശമൊക്കെ നടത്തി അവസാനം അർജുനനോട് പറയണത്, ഇതനുസരിച്ച് നടന്നില്ലെങ്കിൽ തന്നെ ഞാൻ കാണിച്ചു തരാമെന്നൊന്നുമല്ല. അർജുന, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു, നിനക്ക് കാണിച്ചു തരാനുള്ളതൊക്കെ കാണിച്ചു തന്നു, നീ അതൊക്കെ മനസ്സിലാക്കി മനനം ചെയ്ത് നിനക്ക് ശരിയാണെന്ന് തോന്നുന്നത് ചെയ്തോന്നാണ്. ഇല്ലെങ്കിലോ അതിൻ്റെ ഫലം അനുഭവിക്കും. അല്ലാതെ അർജുനനെ ഇതിൽ അടിച്ചിരുത്തിയിട്ട് നീ ഇതിൽ നിന്ന് അനങ്ങാൻ പാടില്ല എന്നല്ല കൃഷ്ണൻ ഗീത മുഴുവൻ പഠിപ്പിച്ചു കൊടുത്തിട്ട് കൃഷ്ണൻ പറഞ്ഞ്. ഇൻക്ലൂസീവാണ്, ഉൾക്കൊള്ളാണ്, എല്ലാം ഉൾക്കൊള്ളാണ്. ഇപ്പോൾ ഞങ്ങളെ ഈ മുസ്ലിം കൺസെപ്റ്റ് അനുസരിച്ച് 1.25 ലക്ഷം പ്രോഫറ്റ്സ് വന്നു എന്നാണ് ഒരു ധാരണ. ഇന്നവരെ ഒരാളും രണ്ടാളും അല്ല, അതിൽ ഒരു 25 പേര് മാത്രമേ ഖുറാനിലുള്ളൂ. അപ്പോൾ 1.25 ലക്ഷത്തിൽ ഇനി എത്ര ബാക്കിയുണ്ട്? അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ പ്രോഫറ്റ് അല്ല എന്ന് പറയാനും ആണെന്ന് പറയാനും നമ്മളാളല്ല. അപ്പം നിഷേധിക്കുന്ന പ്രശ്നമില്ല അവിടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ എന്താ വെച്ചാൽ, നമ്മൾ എല്ലാവരും പറഞ്ഞതിലും ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹൈന്ദവ ധർമ്മം മുഴുവൻ സഹിഷ്ണുതയാണ്, എല്ലാവരെയും ഉൾക്കൊണ്ടിട്ടുള്ളൂ. മഹാഭാരതം പോലും ആദ്യമായി പേർഷ്യൻ ലാംഗ്വേജിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അക്ബർ ചക്രവർത്തിയാണ്. 1,00,000 ശ്ലോകമുണ്ട്. അക്ബർ ചക്രവർത്തിയുടെ ക്ലാസ്സിൽ, കോളേജ്, സ്കൂളുണ്ടല്ലോ, രാജകുമാരന്മാർ പഠിക്കണേ, അവിടെ ശാന്തി പർവ്വം എന്ന് പറഞ്ഞ മഹാഭാരതത്തിലൊരു അധ്യായം സിലബസിൽ ഉണ്ടായിരുന്നു പഠിപ്പിക്കാൻ.
സ്വാമി വിവേകാനന്ദൻ ഉപനിഷത്തുകളാണല്ലോ പ്രധാനമായിട്ടും എടുക്കുന്നത്. ആ സ്വാമി വിവേകാനന്ദൻ ഉപനിഷത്തുകളേക്ക് ഭാഷ്യം ഒക്കെ എഴുതി ഉണ്ടാക്കിയിട്ട് അത് സമർപ്പിച്ചത് ദാരാ ഷുക്കോവ് എന്ന് പറഞ്ഞ ആൾക്കാണ്. ദാരാ ഷുക്കോവ് എന്ന് പറഞ്ഞ ഷാജഹാൻ ചക്രവർത്തിയുടെ മകനാണ്. ദാരാ ഷുക്കോവ് ഷാജഹാൻ ചക്രവർത്തിയുടെ മകനാണെന്ന് മാത്രമല്ല, അങ്ങേയറ്റം സംസ്കൃതം പഠിച്ചിട്ട് ഉപനിഷത്തുകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരാളാണ് പേർഷ്യൻ ഭാഷയിൽ. ആ ട്രാൻസ്ലേഷനാണ് പിന്നെ ലത്തീൻ പാതിരി വന്ന് ഇംഗ്ലീഷിലേക്കും ലത്തീൻ ഭാഷയിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുപോയത്. ശാന്തിവറും അവിടെ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പോൾ രാമായണം അറബി ഭാഷയിലുണ്ട്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് മുമ്പ്? അറബി ഭാഷയിൽ രാമായണമുണ്ട്. അത് എഴുതിയ ആൾ കാമിൽ കൈലാനി എന്ന് പറഞ്ഞ ആളാണ്, ഈജിപ്തുകാരനാണ്. ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞതുകൊണ്ട് വിശ്വസിക്കേണ്ട. അതിനൊരു തെളിവുണ്ട്. കോഴിക്കോട് സർവകലാശാലയിൽ സിലബസിലുണ്ടായിരുന്നത് അതിൻ്റെ പരിഭാഷ. അപ്പോൾ കാമിൽ കൈൽവാനി എന്ന് പറഞ്ഞ ഈജിപ്തുകാരൻ അറബി രാമായണം എഴുതിയപ്പോൾ ആ രാമായണത്തിൽ പിന്നെ മര്യാദാ പുരുഷോത്തമനായ രാമൻ കൂടുതൽ മര്യാദാ പുരുഷോത്തമനാണ്. ശംഭുകവധം പോലും അതിലില്ല. ഒരാക്ഷേപത്തിനുള്ള യാതൊരു സംഗതിയില്ല. ഏറ്റവും സത്യസന്ധനായിട്ടുള്ള നല്ല രാജാവായിട്ടാണ് രാമനെ അവതരിപ്പിച്ചിട്ടുള്ളത്, കാമിൽ കൈലാനിയുടെ. അപ്പോൾ എല്ലാ ഭാഷകളിലും എല്ലാ രാജ്യത്തുണ്ട്. ആ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ അതാ വലിയ ക്ഷേത്രങ്ങളൊക്കെ പണിത് കൊടുക്കുന്നില്ലേ. അപ്പോൾ ദൈവം ഒന്നാണെന്ന് വന്നാൽ പിന്നെ എല്ലാ വിശ്വാസ പ്രമാണങ്ങളും പരസ്പരം ബഹുമാനിക്കുകയാണ് വേണ്ടത്, ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ എല്ലാത്തിനും ഇൻക്ലൂസീവ് ആവുന്ന ഒരു സാധനമാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ്. അത് വന്നപ്പോൾ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ ഒരാൾ, കാമത്ത് എന്ന് പറഞ്ഞ ആൾ, ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ദൈവനാമത്തിൽ ഇത് ആരംഭിക്കണം എന്ന് പറഞ്ഞു. ഒരു ഭേദഗതി അവതരിപ്പിച്ചു. ഇൻ ദ നെയിം ഓഫ് ഗോഡ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് ചേർക്കേണ്ടതാണ്. അതിന് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് അത് പറ്റില്ലതാണ്. എന്താ കാരണം പറഞ്ഞാലും, തീരെ വിശ്വാസമില്ലാത്ത മനുഷ്യരും ഇന്ത്യയിലുണ്ട്. അവർക്കും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. മഹാത്മാഗാന്ധി പറഞ്ഞു, ഞാൻ നല്ലൊരു ഹിന്ദുവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു ക്രൈസ്തവരും നല്ലൊരു മുസൽമാനും ആകുന്നു. അപ്പോൾ ഒരാൾ നല്ല ഹിന്ദു ആയാൽ മറ്റേന് തുല്യമാണ്. നല്ല മുസ്ലിം, ഏത് മതസ്ഥനായാലും അതിൻ്റെ യഥാർത്ഥ അനുയായിയാണെങ്കിൽ പ്രശ്നമില്ല. ഞാൻ ഉത്തമനായൊരു ഹിന്ദുവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു ക്രൈസ്തവനും നല്ലൊരു മുസൽമാനും, സിഖും പാഴ്ചയൊക്കെ പിന്നെ മൂപ്പര് പറഞ്ഞിട്ടുണ്ട്, ആകുന്നു എന്നാണ് പറഞ്ഞത്. അതുപോലെ ഇപ്പോൾ ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞാൽ സാധാരണ ആത്മീയ ഗുരുക്കന്മാരിൽ നിന്ന് അല്പം വ്യത്യസ്തനായിട്ടുള്ളൊരു മനുഷ്യനാണ് എന്ന് പറയേണ്ടി വരും. എന്താ വെച്ചാൽ ഗുരു വിദ്യാഭ്യാസം, വ്യവസായം ഇതിലൊക്കെ വളരെ താല്പര്യം പ്രകടിപ്പിച്ച ഒരാളാണ്. സാധാരണ ഗുരുക്കന്മാരുടെ ഒരു ഏരിയ ഓഫ് കൺസിഡറേഷനിൽ അത് വരില്ലല്ലോ. അതായത് ആദ്യം ഇവിടെ നടന്ന ഇൻഡസ്ട്രിയൽ എക്സിബിഷനിൽ അധ്യക്ഷൻ ഗുരുവാണ്. ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ പ്രസിഡൻ്റ് ഇരിക്കേണ്ട സ്ഥലമാണല്ലോ അത്. വ്യവസായ പ്രദർശനമാണ്. ആ വ്യവസായ പ്രദർശനത്തിലെ അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവായിരുന്നു. 120 കൊല്ലം മുമ്പ് സ്ത്രീകളുടെ സമ്മേളനം വിളിച്ചു കൂട്ടിയ മഹാനാണ് ഗുരു. 120 വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകളുടെ ഒരു സമ്മേളനം ഈ പഴയ കേരളത്തിൽ വിളിച്ചു കൂട്ടുക. സ്ത്രീക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത കാലത്ത്, വഴി നടക്കാൻ പറ്റാത്ത കാലത്ത് 1904 ഗുരു സ്ത്രീകളുടെ ഒരു കോൺഫറൻസ് വിളിച്ചു കൂട്ടിയത്. പിന്നെ അന്ന് ചില സഹായ സഹകരണങ്ങളൊക്കെ ഈ സാധുക്കൾക്കായിട്ടുള്ള ആളുകൾക്കൊക്കെ ചില സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകുന്ന സംവിധാനങ്ങളുണ്ടായിരുന്നു. അതുപോലും ഗുരു സ്വന്തം ഇഷ്ടപ്രകാരം ആരെങ്കിലും വിളിച്ചു കൊടുത്തിട്ടില്ല. ശിഷ്യന്മാരും അതിനൊരു കമ്മിറ്റിയും അവർ യോഗം ചേർന്ന്
ജനാധിപത്യപരമായി ചർച്ച ചെയ്ത് അർഹതപ്പെട്ടവർ തിരഞ്ഞെടുത്ത് കൊടുക്കുകയായിരുന്നു. ഗുരു അതാണ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഗുരു ഡെമോക്രാറ്റാണ്, ഗുരു സെക്കുലറാണ്, അല്ലേ? ഗുരു സ്പിരിച്വലാണ്, ഗുരു ഇൻഡസ്ട്രിയലിസ്റ്റാണ്, ഗുരു എഡ്യൂക്കേഷനിസ്റ്റാണ്. അപ്പോൾ ഗുരു അല്ലാത്ത എന്താ? അപ്പോൾ അങ്ങനെയുള്ള വൈവിധ്യമാർന്ന മേഖലകളിൽ കൈവച്ചൊരു ഗുരു അപൂർവമാണ്. അപ്പോൾ ഇന്നത്തെ ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം ഇതാണ്. മനുഷ്യർ തമ്മിലുള്ള കലഹം, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം, ദൈവം ഒരു പ്രോഡക്റ്റായിട്ട് മാറിയിരിക്കുകയാണ്. ദൈവ വിശ്വാസം തന്നെ വിൽക്കാൻ പറ്റിയ ഒരു സാധനമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഏതാണ് ഒറിജിനൽ ഏതാണ് ഫേക്ക് എന്ന് മനസ്സിലാകാത്തൊരു സ്ഥിതിവിശേഷം. വിശ്വാസികൾ തന്നെ പലതരത്തിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നൊരു സാഹചര്യം വരികയാണ്. അപ്പം നമ്മൾ ഇതിലൊക്കെ തിരിച്ചു പോകണം, തിരിച്ചു നടക്കണം എന്ന് ഗുരുവിനെ കുറിച്ച് പറഞ്ഞുകൂടാ. ഗുരു ഇപ്പോഴും റെലവൻ്റ് ആയതുകൊണ്ട് തിരിച്ചു നടക്കേണ്ടതില്ല. ഇവിടെ നിന്നാൽ തന്നെ അത് കിട്ടും, വളരെ ബാക്കല്ല, അല്ലേ? അപ്പം നമ്മുടെ വേദഗ്രന്ഥങ്ങൾ, നമ്മുടെ പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ഇപ്പോൾ മഹാഭാരതത്തിൽ വേറൊരു മെസ്സേജ് ഉണ്ട്. മഹാഭാരതത്തിൽ പല കഥകളും നിങ്ങൾക്കെല്ലാം എന്നെക്കാളും നന്നായിട്ട് അറിയാം. ഞാൻ വളരെ കുറച്ച് മനസ്സിലാക്കിയിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു വെർഷൻ നമുക്ക് നോക്കിയാൽ അതിലൊരു സംഗതി കാണാൻ പറ്റും. ഭരണകൂടം അന്ധമാണ്. എന്തേ? ധൃതരാഷ്ട്രക്ക് കണ്ണില്ല, അതെന്നെ സംഭവം. ഭരണകൂടം അന്ധമാണ്. പിന്നെ ചില ആളുകൾ, വലിയ നാട്ടുകാരെല്ലാവരും അംഗീകരിക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ ചില സമയത്ത് തക്ക സമയത്ത് പറയേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞില്ല എന്ന് വരും. ഒരു സന്ദേശം അതിലുണ്ട്. ആരാരോ? ഭീഷ്മാചാര്യർ. ഭീഷ്മാചാര്യയെപ്പോലൊരു തപസ് ചെയ്ത ആൾ, എല്ലാവരും അംഗീകരിക്കുന്ന ആൾ, ഇങ്ങനെയുള്ളൊരു ആചാര്യൻ, സകലരും, പാണ്ഡവരും കൗരവരും എല്ലാവരും അംഗീകരിക്കുന്ന മഹാനായ ഭീഷ്മാചാര്യർ ആചാര്യനാണ്, എല്ലാവരുടെ ആചാര്യൻ. ആ ദ്രൗപദിയുടെ ആക്ഷേപം നടന്ന സമയത്ത് കുട്ടികളെ ഇത് വേണ്ടെന്ന് ആ മനുഷ്യൻ പറഞ്ഞിരുന്നെങ്കിൽ അത് ചെയ്യൂലായിരുന്നു. എല്ലാവരും കേൾക്കും. പറഞ്ഞില്ല. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് ചിലർ പറഞ്ഞില്ല എന്ന് വരുന്നു. അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല. ഇങ്ങനെ നടക്കണം എന്നുള്ളൊരു നിയോഗം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് നടക്കണം. യുദ്ധം ഉണ്ടാവണം എന്നാണ് ദൈവനിശ്ചയം, അതുകൊണ്ടാണ് നടന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല. വേറൊരു മെസ്സേജ് എന്താ അറിയോ? കർണൻ ഒരു സെൽഫ് മെയ്ഡ് മാൻ, ആയോധന കലയിൽ അർജുനനേക്കാൾ ഉഷാർ, അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല, വീരശൂര പരാക്രമിയായിട്ടുള്ള കർണൻ പാണ്ഡവനാണ്, ജ്യേഷ്ഠ പാണ്ഡവനാണ്. ഏത് പക്ഷത്ത് നിൽക്കണം? ധർമ്മത്തിൻ്റെ പക്ഷത്ത് നിൽക്കണം. നിന്നില്ല. വാട്ട് ഹാപ്പൻ? നിൽക്കാത്തത് എന്താ അറിയോ? നമ്മുടെ രാഷ്ട്രീയക്കാരൊരു പൊതുമേഖലാ സ്ഥാപനം എതിരാളിക്ക് കൊടുത്തിട്ട് അവനെ ഒപ്പം നിർത്തുന്ന മാതിരി അംഗരാജ്യത്തിൻ്റെ തലവനാക്കിയിട്ട് കർണനെ ദുര്യോധനൻ ബഹുമാനിച്ച്, അപ്പോൾ ആ ഒരു കടപ്പാട് കൊണ്ട് മൂപ്പര് ഞാനിപ്പോൾ എങ്ങനെ അപ്പുറത്ത് പോവുക വിചാരിച്ചല്ലേ? അപ്പോൾ നിൽക്കേണ്ട ആളുകൾ ഇപ്പുറത്ത് നിൽക്കേണ്ടത് ധർമ്മത്തിൻ്റെ കൂടെ 5 ആളേ ഉള്ളൂ, അല്ലെങ്കിൽ 7 ആളാണ് മാക്സിമം ഉണ്ടായിരുന്നു. അപ്പുറത്ത് 100 ആളും ചില്ലറയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 4ാമത്തെ മെസ്സേജ് എന്താ? ധർമ്മത്തിൻ്റെ പക്ഷത്ത് ആളുണ്ടാവണമെന്നില്ല. ധർമ്മത്തിൻ്റെ പക്ഷത്ത് ആൾ കുറവായിരിക്കുന്നു. പക്ഷേ ഭയപ്പെടേണ്ട എന്നാണ് അടുത്ത മെസ്സേജ്. എന്താ കാര്യം? ഭഗവാൻ ഉണ്ടാവും ആരുമില്ലാത്തവർക്ക്, അല്ലേ? കൃഷ്ണൻ ഉണ്ടായില്ലേ? അതുപോലെ ഇനി വേറെ ആരെ വേണ്ടി? അപ്പോൾ ആ ഒരു മെസ്സേജൊക്കെ അതിലുണ്ട്. നമ്മളതൊന്നും മനസ്സിലാക്കാത്തത് ഇങ്ങനെ വായിച്ചു പോയിട്ട് കാര്യമൊന്നുമില്ല, അല്ലേ? മാരീചൻ പ്രത്യക്ഷപ്പെട്ട് സീതയെ തട്ടിക്കൊണ്ടു പോകാൻ നേരത്ത്, അല്ലേ, ലക്ഷ്മണനോട് സീത എത്ര പറഞ്ഞു? ജ്യേഷ്ഠനതാ കരയണു. അതായത് രാമൻ്റെ ശബ്ദത്തിൽ മാരീചൻ കരയാണ്. സീതയോട് പുറത്തിയടിക്കണല്ലോ ലക്ഷ്മണരേഖ വിട്ടിട്ട്, അതിന് വേണ്ടിയിട്ട്. ചേട്ടനാണ് കരയണ്, വേഗം ചെല്ല്. കർണൻ പറഞ്ഞു, അല്ല ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠനല്ല കാവൽ വേണ്ടത്, ചേച്ചിക്കാണ്. അത് ജ്യേഷ്ഠനല്ല, അത് മാരീചൻ്റെ ശബ്ദമാണ്, അത് ജ്യേഷ്ഠനല്ല, ജ്യേഷ്ഠൻ്റെ ശബ്ദത്തിൽ കള്ളൻ കരയാണ് എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. സീത സമ്മതിച്ചില്ല.
സീത പറഞ്ഞു, എന്താണ് ലക്ഷ്മണനോട് ശുഭിതനായി, എന്താണ് വിചാരിച്ചത്? നീ എന്താണ് ആഗ്രഹിക്കുന്നത്? നീ എൻ്റെ ശരീരവും മറ്റാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ തീയിൽ ചാടി മരിക്കും, ജ്യേഷ്ഠന് വല്ലതും സംഭവിച്ചാൽ. പിന്നെ ഒരു മിനിറ്റ് ലക്ഷ്മണൻ നിന്നില്ല, ഓടിപ്പോയി. അതുകൊണ്ട് സീതയെ തട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ലക്ഷ്മണൻ അവിടെ നിൽക്കായിരുന്നില്ല ചോദിച്ചാൽ അതൊക്കെ നിയോഗങ്ങളാണ്. ചോദ്യത്തിനൊന്നും ചോദിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, നമുക്കങ്ങനെ ആലോചിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ലക്ഷ്മണൻ അവിടെ നിന്നില്ല, പോയി. ഇല്ലേ? സീതയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ സീത ആഭരണങ്ങളെല്ലാം ഒരു വസ്ത്രത്തിൻ്റെ കഷ്ണത്തിൽ തുകിലിൽ പൊതിഞ്ഞ് താഴോട്ടിട്ടതുകൊണ്ട് ആ വഴി വരുമ്പോൾ അന്വേഷിച്ച് വരുമ്പോൾ പോയ വഴി മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ച് പുഷ്പവിമാനത്തിൽ നിന്ന് താഴെ ഇട്ടതുകൊണ്ട് അത് തെരഞ്ഞു പിടിച്ച് ചെന്നപ്പോൾ കണ്ടു, കിട്ടി. രാമൻ്റെ കണ്ണ് കലങ്ങി വിഷമിച്ച് ലക്ഷ്മണനും രാമനും ഏതാണ്ടൊരു കരയുന്ന മട്ടിലാണ്. ഇത് കണ്ടിട്ട് രാമന് ലക്ഷ്മണനോട് ചോദിച്ചു, നോക്ക്, എനിക്ക് കണ്ണ് ശരിക്കും കാണില്ല, നീ ഇത് നോക്ക്, ഇതിൽ ഇതൊക്കെ ചേച്ചിയുടെ ആണോ എന്ന് നോക്കുക. ആദ്യം കിട്ടിയതൊരു തോൾ വളയാണ്. ആ തോൾ വള കാണിച്ചു കൊടുത്തപ്പോൾ, തോൾ വള എന്നൊന്നും ഇപ്പോൾ പറയാൻ പാടില്ല, ജ്വല്ലറിക്കാരുണ്ടെങ്കിൽ സീതൻ്റെ വളയാണെന്ന് പറഞ്ഞിട്ട് വലിയ വിലക്ക് വിൽക്കും. അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അന്നുള്ളൊരാഭരണം ഇന്നില്ല എന്ന് വിചാരിക്കണം. അപ്പോൾ ആ തോൾവള കിട്ടി. അത് കണ്ടപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ഇത് ജ്യേഷ്ഠത്തി അണിയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, അത് അവരുടെ എല്ലാവരും. പിന്നെ കിട്ടിയത് ഒരു അരഞ്ഞാണ്, അത് കാണിച്ചു കൊടുത്ത് പറഞ്ഞു, ഇതും ജ്യേഷ്ഠത്തി അണിയുന്ന ഞാൻ കണ്ടിട്ടില്ല, ഇത് അവരുടെ എല്ലാം. പിന്നെ പാദസരം കിട്ടി, അത് കാണിച്ചു കൊടുത്തപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ഇത് അവരുടെ തന്നെയാണ്, ഈ പാതാരവിന്ദങ്ങളിലാണ് ഞാൻ സദാ നമസ്കരിച്ചിരുന്നത്. ലക്ഷ്മണൻ ഇതേ കണ്ടിട്ടുള്ളൂ. ലക്ഷ്മണൻ കാൽപാദത്തിൻ്റെ മേലോട്ട് നോക്കിയിട്ടില്ല. അതാണ് ലക്ഷ്മണൻ, അതാണ് ജ്യേഷ്ഠൻ്റെ പത്നിയോട് അനുജൻ ചെയ്യേണ്ടത് മര്യാദ. അതാണ് സുമിത്രയുടെ പുത്രൻ സൗമിത്രേയൻ. പോരുമ്പോൾ സുമിത്ര പറഞ്ഞല്ലോ, മോനെ ഞാൻ കാട്ടിലേക്ക് പോട്ടെ ചോദിച്ചപ്പോൾ അമ്മ പോയിക്കോളാൻ പറഞ്ഞല്ലോ. പോകാമെന്ന് മാത്രമല്ല, ഇന്ന് മുതൽ നിൻ്റെ അമ്മ സീതയാണ്, ഞാനല്ല. നിൻ്റെ അച്ഛൻ ദശരഥനല്ല, രാമനാണ്. നിൻ്റെ അയോധ്യ കാടാണ് എന്ന് പറഞ്ഞല്ലോ. അത് നമ്മൾ ഈ രാമായണ മാസത്തിൽ ചൊല്ലി പറഞ്ഞു തീർത്താൽ മതിയോ? ഈ മെസ്സേജ് അനുസരിച്ച് നമുക്ക് ജീവിക്കണ്ടേ? ഈ സന്ദേശം നമുക്ക് വേണ്ടി തന്നതല്ലേ? നല്ല സഹോദര ബന്ധങ്ങൾ എങ്ങനെയാണെന്ന് അതിൽ ഇല്ലേ? ഉണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. അത് കഥയുടെ രൂപത്തിൽ നേരത്തെ സ്വാമിനി പറഞ്ഞതുപോലെ കഥയുടെ രൂപത്തിൽ അവതരിപ്പിച്ചാലേ ഗ്രഹിക്കാനുള്ള കഴിവ് നമുക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് കഥാരൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു മാത്രം. ഇങ്ങനെയാണ് വേദഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത്. നമുക്ക് നല്ല ഒന്നാന്തരം മന്ത്രങ്ങളില്ലേ? ചില ആളുകൾ വിചാരിക്കുന്നത് ഈ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, പിന്നെ ഈ സന്യാസം, ഇതൊക്കെ അതിൻ്റെ പിന്നാലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു പണിയെടുക്കാൻ പറ്റില്ല, ഓഫീസിൽ പോകാൻ പറ്റില്ല, ഒരു ബുദ്ധിമുട്ടായിരിക്കും, കച്ചവടം ചെയ്യാൻ പറ്റില്ല, നമ്മളിങ്ങനെ സന്യാസിയായിട്ടൊക്കെ നടന്നാൽ എങ്ങനെ കുട്ടികൾ പട്ടിണി കിടക്കില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പട്ടിണി കിടക്കേണ്ടി വരില്ല. അതൊക്കെ വേദം തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്തുതാമയ വരദ വേദമാത പ്രചോദയന്താം പാപമാനീം ദ്വിജാനാം ആയുർപ്രാണപ്രജാം പശൂം കീർത്തിയും ദ്രവിണം ബ്രഹ്മവർച്ചസം. സുധാമായ വരദ എന്ന് പറഞ്ഞാൽ വേദമാതാവാരാ? വേദമാതാവാരാ? ഓം ഭൂർഭുവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. അതാണ് വേദമാതാവ് അല്ലേ? ഗായത്രി മന്ത്രം. അപ്പോൾ സ്തുതാമയ വരദ, വേദമാതാവിനെ നിങ്ങൾ വാഴ്ത്തിയാൽ, സ്തുതിച്ചാൽ അല്ലേ, പ്രചോദയന്താം, പ്രചോദിതരായിത്തീരും. പാപമാനിയും, പാപങ്ങളൊക്കെ നിഗ്രഹിക്കപ്പെടും. ദ്വിജാനാം, രണ്ടാമത് ജനിച്ച പോലെ ആയിത്തീരും. ആയുർപ്രാണപ്രജാം, ആയുസ്സുണ്ടാവും, പ്രാണൻ ശക്തിപ്പെടും. പ്രജാം, നല്ല കുട്ടികളുണ്ടാവും. പശുവും, പശു എന്ന് പറഞ്ഞാൽ ധനമാണ്, പശു ഉണ്ടാവും ധാരാളം. കീർത്തി, പ്രസിദ്ധി ഉണ്ടാവും. പിന്നെയോ അതിനെല്ലാം പുറമെ ബ്രഹ്മവർച്ചസം, ബ്രഹ്മപദം പോകുന്നു. അപ്പോൾ നിങ്ങൾ വേദമൊക്കെ പഠിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഒരാപത്തും വരില്ല. നിങ്ങൾക്ക് കച്ചവടം ചെയ്യാം, ജോലി ചെയ്യാം, ഇതെല്ലാം അനുഗ്രഹിക്കപ്പെടും നിങ്ങളെന്നാണ് ആ പറഞ്ഞതിൻ്റെ മലയാളം അല്ലേ? അപ്പോൾ എന്തിനാ ഒഴിവാക്കണം? അതുപോലെ മൃത്യുഞ്ജയ മന്ത്രം അല്ലേ? ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഊർവാരുകമിക വന്ദനാത്.
മൃത്യോർമുക്ഷീയമമൃതാത് ഊർവാരുകമിവ ബന്ധനാത് എന്ന മാതളമത്തൻ എന്നും പല പേരും പറയാറുണ്ട്, ചിലർ വെള്ളരി എന്നൊക്കെ പറയാറുണ്ട്. അത് ഊർന്നു വീഴുന്നത് പോലെ നിങ്ങളിൽ നിന്ന് പാപങ്ങളും ധനമോഹങ്ങളും കാമക്രോധ ലോഭമോഹങ്ങളും ഊർന്നു വീഴും. സുഗന്ധിയും പുഷ്ടിവർദ്ധന, നിങ്ങൾക്ക് പുഷ്ടിവർദ്ധനവും മറ്റു കാര്യം, അങ്ങനെ ജീവൻ നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള മന്ത്രം, മൃത്യുഞ്ജയ മന്ത്രം അല്ലേ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഒടുക്കം പറഞ്ഞെന്താണ്? മാ വിദ്വിഷാവഹൈ. നാം തമ്മിൽ വിദ്വേഷമുള്ളവരാകാതിരിക്കട്ടെ എന്ന്. വിദ്വേഷമുള്ളവരാകണം എന്നല്ല, അതന്നെ ഗുരു പറഞ്ഞത്. വിദ്വേഷം ഉണ്ടാകാൻ പാടില്ല ഒരിക്കലും. ആ വിദ്വിഷാവഹൈ ഇതല്ലേ. അതുപോലെ ഋഗ്വേദത്തിലുണ്ട്. ഇപ്പം ഈ രാമായണത്തിൽ കാട്ടാളനെ കവിയാക്കിയില്ലേ നമ്മൾ. അതിനൊക്കെ സാധിച്ചത് നമ്മുടെ നാട്ടിലല്ലേ. അതിൽ തന്നെ 2 പക്ഷികളെക്കുറിച്ചല്ലേ ഈ പറയണത്. അത് രാമായണത്തിൽ മാത്രമല്ല കേട്ടോ. ആദ്യം ഈ 2 പക്ഷികളെക്കുറിച്ച് ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദോ സുവർണ സുജയ സഖായ എന്നാണ്. 2 സുവർണ പക്ഷികൾ സുഖമായിട്ട് ഇരിക്കുന്ന 2 സഖാക്കളെ പോലെ, എന്നുവെച്ചാൽ ഇണകളായിട്ട് ഇരിക്കുന്നതിനെക്കുറിച്ച് ഋഗ്വേദത്തിലൊരു മന്ത്രത്തിലുണ്ട് ഈ 2 പക്ഷികളുടെ കഥ. അതിൽ നിന്നാണോ അറിയില്ല, രാമായണത്തിൽ 2 പക്ഷികളിലാണ് തുടങ്ങണല്ലേ. അപ്പോൾ ഇങ്ങനെ മഹത്തായ വേദഗ്രന്ഥങ്ങളും ഇതര വേദഗ്രന്ഥങ്ങളും ധർമ്മങ്ങളും. ഇനി ഒറ്റ കാര്യം മനസ്സിലാക്കാനുള്ളത്, വിശ്വാസികളെല്ലാം ധർമ്മികളാകണം എന്നില്ല. അപ്പോൾ എല്ലാ വിശ്വാസികളും ധർമ്മികളായിക്കൊള്ളണമെന്നില്ല. ഇന്നത്തെ കാലത്തുള്ളൊരു പ്രശ്നം, ഞാൻ നിർത്താൻ പോവാണ്. ഇന്നത്തെ കാലത്തുള്ളൊരു പ്രശ്നം, ദൈവവിശ്വാസികൾ വളരെ കുറവാണ്, മതവിശ്വാസികൾ വളരെ കൂടുതലാണ്. അതിന് 2 തമ്മിലുള്ള വ്യത്യാസങ്ങൾ ആലോചിച്ചെടുത്താൽ മതി. മതവിശ്വാസികളുടെ എണ്ണം വളരെ കൂടുതലാണ്, വിശ്വാസികൾ വളരെ കുറവാണ്. ഇന്നത്തെ ലോകത്തിൻ്റെ വിശ്വാസികൾ ധാരാളമാണ്, മതവിശ്വാസികൾ, ദൈവവിശ്വാസികൾ കുറവാണ്. പിന്നെ വേറെ ഒന്നുള്ളത്, ജനങ്ങൾ പെരുകിയിട്ടുണ്ട്, പക്ഷെ മനുഷ്യരുടെ എണ്ണം കുറവാണ്. ജനങ്ങൾ ധാരാളമുണ്ട്, മനുഷ്യരെണ്ണം കുറവാണ്. അപ്പം മനുഷ്യരാക്കി തീർക്കാൻ, ധർമ്മികളാക്കി തീർക്കാൻ, ഏകത്വത്തിൽ അദ്വൈതത്തിൽ വിശ്വാസികളായി തീർക്കാൻ, ദൈവത്തിൽ വിശ്വസിക്കുന്നവരായി തീർക്കാൻ, ആത്മാക്കളാണ് നമ്മളെന്ന ബോധം ഉണ്ടാക്കിത്തരാൻ, ആത്മപരമാത്മ ബന്ധങ്ങൾ ഇണക്കി ചേർക്കാൻ, ഇതൊക്കെയാണ് ഗുരു പ്രവർത്തിച്ചതെന്നാണ് എൻ്റെ ഒരു ധാരണ. ഇഫ് ഐ ആം റോങ്, പ്ലീസ് ഫോർഗീവ് മീ. താങ്ക് യു ആൾ. എല്ലാ ആശംസകളും.